الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري، ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. كل مولود يولد على الفطرة فأبواه يهودانه أو ينصرانه أو يمجسانه. صدق محمد رسول الله صلى الله عليه وسلم. സർവാദരണീയരായ ഉസ്താദുമാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദര, ഈ വേദിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്നത് വളരെയധികം പ്രസക്തമായ ഈ തലക്കെട്ടിന് ഇന്ന് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. പ്രസക്തമാണ് എന്നത് അവിതർക്കിതമാണ്. നമ്മുടെ മക്കൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട്. നമ്മുടെ മക്കൾ നമ്മുടേതായിരിക്കണം. ഒരു കാരണവശാലും അത് നമ്മുടേതല്ലാതാവാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ തിരുനാക്കിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയും ഹദീസുകളിലൂടെയുമായി ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള സത്യം. മക്കൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ
ദുസ്വഭാവം കൊണ്ട് മടുത്ത ഒരു ഭാര്യയെ വെച്ചു പൊറുപ്പിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ഷമയുണ്ടായേക്കാം. പെരുമാറ്റം കൊണ്ട് മടുത്തു എന്ന് പലപ്പോഴും പ്രഖ്യാപിച്ച ഭർത്താവിനോടൊപ്പം വീണ്ടും വീണ്ടും ജീവിക്കാം എന്ന് ഒരു സഹോദരിക്ക് മനസ്സുണ്ടായേക്കാം. സാമ്പത്തികമായി ക്ഷീണിച്ച ഒരു ദരിദ്രന്റെ കൂടെ കഴിഞ്ഞുകൂടാനും ഒരു പെണ്ണിന് കരുത്തുണ്ടായിരിക്കാം. സൗന്ദര്യമില്ലാത്ത ഭാര്യയെ വെച്ചു പൊറുപ്പിക്കാനും ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാകില്ല. പക്ഷേ വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ഒരു ഭാര്യയോടൊപ്പമുള്ള ജീവിതം പലപ്പോഴും മാനസികമായി മടുപ്പ് തോന്നാറുണ്ട്. അപ്പോഴും ആ സ്നേഹബന്ധത്തിന് ഒരു ഉലച്ചിലും തട്ടാതെ വീണ്ടും സുദൃഢമായ ബന്ധം മുന്നോട്ട് പോകുകയും അത് മനസ്സിലാക്കുന്ന നല്ല ഭാര്യ ഒരു സെക്കൻഡ് മാരേജിന് ഭർത്താവിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന നല്ല ഒരു ചുറ്റുപാടും നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണാറുണ്ട്. എന്നാലും സത്യത്തില് ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളുണ്ടാവുക എന്ന് പറയുന്നത് ആണിന്റെയും പെണ്ണിന്റെയും ഒരു അടങ്ങാത്ത മോഹമാണ്. മക്കളില്ലാത്ത ദമ്പതികൾ നിരന്തരമായി പ്രാർത്ഥനയ്ക്ക് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നിനും കരഞ്ഞില്ലെങ്കിലും മക്കളില്ലാത്തതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നവരാണ് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സഹോദര സഹോദരിമാരുടെ പ്രാർത്ഥനാപേക്ഷകൾ. മക്കളില്ല, അതൊരു വല്ലാത്തൊരു ഭീതിയോടെയാണ് പലപ്പോഴും കാണുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മക്കളില്ലാത്തവര് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ അവര് പോലും നിരാശരാവാൻ പാടില്ല. എന്താ കാരണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് 120 കഴിഞ്ഞ സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളെ കൊടുത്ത ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ കൊടുത്ത ചരിത്രമാണ്. ഈ ചരിത്രം മുമ്പിൽ ഉണ്ടാകുമ്പോ എത്ര തന്നെ പ്രായാധിക്യമുണ്ടെങ്കിലും 120 വയസ്സ് സക്കരിയ നബിക്കും 98 വയസ്സ് ഭാര്യക്കും ഉള്ളപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളെ കൊടുത്തത്. അല്ലാഹു കനിഞ്ഞേകി യഹ്യാ നബി അലൈഹിസ്സലാമിനെ. ആ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കനിഞ്ഞേകിയത് അവർക്ക് വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്ലാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ, അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പൊ ഇസ്ലാം അംഗീകരിക്കുന്ന ആളാവണമെന്നൊന്നുമില്ല. മനുഷ്യ ചരിത്രം അംഗീകരിക്കുന്ന ആർക്കും അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം ഖുർആനിൽ മാത്രമല്ല ഈ കഥയൊന്നും ഉള്ളത്. അത് മനുഷ്യ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മക്കളില്ലാത്ത ദമ്പതികൾ, ദുആക്ക് അപേക്ഷിക്കാത്ത ആളുകളില്ല, സദസ്സുകളില്ല, അവർ കയറിയിറങ്ങാത്ത പുണ്യകേന്ദ്രങ്ങളില്ല, അവർ ചെലവഴിക്കാത്ത സംഭാവനകളില്ല. അവർ ലക്ഷങ്ങള് ഒരു കുഞ്ഞിക്കാല് കാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്കും ഭൗതിക സാഹചര്യങ്ങളിലും അവർ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും മക്കളെ കിട്ടാതെ വിഷമിക്കുന്നവർ ഈ സദസ്സിലുണ്ടാകും. നമുക്ക് അർഹമുറാഹിമായ റബ്ബിനോട് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് അവരാഗ്രഹിക്കും പോലെ സന്തോഷമുള്ള മക്കളെ നീ നൽകണേ അല്ലാ, മക്കളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, അവരെ മക്കളെ നൽകി സമാധാനിപ്പിക്കണേ അല്ലാ. കാരണം മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. വർഷങ്ങളായിട്ട് അതില്ലെങ്കിൽ മനസ്സ് തളർന്നു പോകും. ഒരിക്കൽ ഒരു സഹോദരൻ എന്റെ അടുത്ത് വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, മക്കളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊരു തമാശയും കൂടെയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? വളരെ ചെറുപ്പക്കാരനാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, 8 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇത് കേട്ടപ്പോ എനിക്ക് സത്യത്തിൽ നല്ല ഒരു തമാശ, ഇന്നും ഞാൻ അത് ഓർത്തിരിക്കുകയാണ്. 8 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഇയാൾ കരയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്ന് കടന്നു. കാരണം ഈ മനുഷ്യൻ 8 മാസമായ ആള്, ഞാൻ വീണ്ടും അയാളോട് തിരിച്ചു ചോദിച്ചു, 8 വർഷം എന്നാണോ പറഞ്ഞത് എന്നറിയാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല ഉസ്താദെ, 8 മാസം. ഞാൻ ചോദിച്ചു, മോനെ, ബേജാറാവാനായോ?
ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യന് തിടുക്കം കൂടുതലാണ്. അതാണ് ആയത്തിന്റെ അർത്ഥം. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, തിടുക്കം മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. അതാണ് ആ ആയത്തിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു ഇന്ന് ആ ഓതി ആയത്ത് നിങ്ങൾക്ക് നല്ല ഫിറ്റാ. കാരണം 8 മാസമായപ്പോഴേക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്ന നിങ്ങൾക്ക് എന്തായാലും ഈ സോക്കേടുണ്ട്. തിടുക്കം, എല്ലാം പെട്ടെന്നാവണം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഉസ്താദേ ജ്യേഷ്ഠനില്ല, അതുപോലെ തന്നെ പെങ്ങൾക്കില്ല, അപ്പൊ കുടുംബത്തിൽ ആരും മക്കളില്ലാത്തപ്പോൾ ഇയാൾക്ക് ബേജാറാവുകയാണ്, ഇയാൾക്ക് ഉണ്ടാവൂലേ. ആ ഒരാശങ്കയാണ് ഇയാളെ പിടികൂടിയത്. അപ്പൊ അദ്ദേഹം കരയുന്നതിന് അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഒരു കുട്ടിയെ കിട്ടുക, ഒരു കുഞ്ഞിക്കാല് കിട്ടുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അവനതൊരു മഹാഭാഗ്യമായി കാണുന്ന സംഗതിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, മക്കള് ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ മക്കളെ നമ്മൾ മര്യാദക്കാക്കി എടുക്കേണ്ടതുണ്ട്. ഈ മക്കള് നമുക്ക് ഉപകരിക്കുന്ന മട്ടിലാക്കി എടുക്കേണ്ടതുണ്ട്. ഈ മക്കൾ നമ്മുടേതാക്കി തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഒരിക്കലും എനിക്കും നിങ്ങൾക്കും മുസ്ലിമായ സഹോദരനും സഹോദരിക്കും പിറന്ന മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും ആരാന്റെ മക്കളാക്കി മാറ്റരുത്. സംസ്കാരം കൊണ്ട് ആരാന്റെ മക്കളാക്കരുത്. അന്യന്റെ സംസ്കാരം ഒരിക്കലും മക്കൾക്ക് പഠിപ്പിക്കരുത്. അത് പഠിക്കാൻ ഇടവരുത്തരുത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. ശുദ്ധമായ പ്രകൃതിയോടെയാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. ഇന്ന് ജനിച്ച നവജാത ശിശു, ആ ശിശുവിന്റെ കൽബ് സ്ഫടിക സമാനമാണ്. ഒരു ചെറിയ കറ പോലും അതിലില്ല, തെളിഞ്ഞ മനസ്സ്. ഹബീബായ റസൂലുള്ളാഹി പറയാണ്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. അത് മുഹമ്മദിന്റെ വീട്ടിലെ മകനും അങ്ങനെ തന്നെയാണ്. മുഹമ്മദിന്റെ കുഞ്ഞു മാത്രമല്ല, അബൂബക്കറിന്റെ കുഞ്ഞു മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ അയൽക്കാരൻ രാജേഷിന്റെ വീട്ടിലുള്ള കുഞ്ഞും അങ്ങനെ തന്നെയാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. ആ കുഞ്ഞിനൊരു ശുദ്ധമായ മനസ്സുണ്ട്. ആ കുഞ്ഞിനെ ഇന്ന് രാജേഷ് നിങ്ങൾക്ക് വിട്ടുതരാണെങ്കിൽ, നിങ്ങളെ വീട്ടിലാണ് അവൻ വളരുന്നതെങ്കിൽ, സ്വാഭാവികമായും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ സംസ്കാരങ്ങളോട് പൊരുത്തപ്പെട്ടായിരിക്കും ആ കുട്ടി വളരുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കള് നമ്മുടേതാകുന്നത് നമ്മളെ കണ്ടുകൊണ്ടാണ്. അതേസമയം ആരാനെ കണ്ടു വളരാനാണ് നാം മക്കൾക്ക് അവസരം കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമല്ല, ആരാന്റെ സംസ്കാരമാണ് നാം ഏറ്റി നടക്കുന്നതെങ്കിൽ, നമ്മുടെ മക്കളും മുസ്ലിം മക്കളല്ലാതെ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾ എന്ന ആ തലക്കെട്ട് തന്നെ ശ്രദ്ധേയമാണ്. അതങ്ങനെ തന്നെ ആവണം. അള്ളാഹു നമ്മുടെ മക്കളെ നമ്മുടെ മക്കളാക്കി തന്നെ നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുദ്ധ പ്രകൃതിയിലാണ് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത്. ഒരു കറ പോലും അവരുടെ ഹൃദയത്തിലില്ല. ഫഅബവാഹു യുഹവ്വിദാനിഹി. പിന്നെ അവന്റെ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്. ഔ യുനസ്സിറാനിഹി, അല്ലെങ്കിൽ അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ തീയാരാധകനാക്കുന്നത്. ഈ ഹദീസ് കൊണ്ട് നിങ്ങൾ എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉൾക്കൊണ്ടത്? അള്ളാഹുവിന്റെ റസൂലി പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്ത്? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജൂതനും ക്രിസ്ത്യാനിയും തീയാരാധകനും മാത്രമാണോ ആക്കുന്നത്? ബുദ്ധന്മാരായ മാതാപിതാക്കൾ കുഞ്ഞിനെ ബുദ്ധനാക്കി മാറ്റുന്നില്ലേ? മുസ്ലിമീങ്ങളായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ മുസ്ലിമീങ്ങളായി വളരുന്നില്ലേ? ഇത് മാത്രമല്ല, ഏതേതു പ്രസ്ഥാനത്തിന്റെ ആളുകളാണോ, ഏതേതു പാർട്ടിയുടെ വക്താക്കളാണോ വാപ്പയും ഉമ്മയും, ഈ കുഞ്ഞുങ്ങൾക്ക് കേട്ടുപഠിക്കാൻ സാഹചര്യം എന്താണോ ഉണ്ടായത്, ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുട്ടികൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്തത് മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തുന്നു. ഈ ഹദീസ് പറഞ്ഞിട്ട് വിശദീകരിക്കുമ്പോൾ അവർ രേഖപ്പെടുത്തുന്നത് കാണാം, റസൂലുള്ളാഹി പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അത് കേവല ഉദാഹരണങ്ങളാണ്. കാരണം ഏറ്റവും വലിയ വ്യതിയാനം മതപരമായ വ്യതിയാനമാണ്, വിശ്വാസം തകരലാണ്.
അപ്പൊ ആ വിശ്വാസം തകർക്കാൻ അവന്റെ മാതാപിതാക്കൾ കാരണക്കാരാകുമെന്നാണ് ആ പറഞ്ഞത്. ഹദീസിന്റെ വിശാലാർത്ഥമുണ്ട്. എന്താണ് ആ ഹദീസിന്റെ വിശാലാർത്ഥം? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശാലമായ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ, ഏത് പ്രസവിച്ച് വീഴുന്ന കുഞ്ഞും സാഹചര്യത്തിന്റെ അടിമയാണ്. അതാണ് കറക്റ്റ്. മാതാപിതാക്കൾ എന്നതും ഉദാഹരണമാണ്. ജൂത ക്രിസ്ത്യ തീയാരാധക സ്വഭാവക്കാരനാക്കി മാറ്റുന്നു എന്നതും ഉദാഹരണമാണ്. അതല്ലാത്തതാകും. കാരണം എന്താ? അഴിമതിക്കാരനായ പിതാവിന്റെ മകൻ അഴിമതി വീരനായിട്ട് വളരുന്നു. അത് ഈ ആയത്തിന്, ഈ ഹദീസിന് അർത്ഥമുണ്ട്. ഒരു ജൂതനാക്കുന്നത് മാത്രമല്ല, കള്ളന്റെ മകൻ കള്ളനാകുന്നു. തെറി പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം. ഒന്നോ രണ്ടോ പറഞ്ഞ് തമ്മിൽ തെറ്റുമ്പോഴേക്ക്, പിണങ്ങുമ്പോഴേക്ക് അയൽക്കാരിയോട് കയർത്ത് തെറി പറയാൻ നിഘണ്ടു നോക്കേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്. എത്രയോ അധികം അസഭ്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുന്നവര്. അത്തരം ഉമ്മമാരുടെ വാചകങ്ങൾ കേട്ടു വളർന്ന കുഞ്ഞിന് അവൻ മറ്റാരോടെങ്കിലും തമ്മിൽ പിണങ്ങുമ്പോൾ, കലഹിക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്കെതിരെ തെറി പദങ്ങൾ പ്രയോഗിക്കാൻ അവനും നിഘണ്ടു പരതേണ്ടി വരില്ല. എന്തുകൊണ്ട്? യഥേഷ്ടം തന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അധരങ്ങളിൽ നിന്ന്, ആദരിക്കപ്പെടുന്ന ചുണ്ടുകളിൽ നിന്ന് വരുന്നത് ചെറുപ്പത്തില് ആ തെളിഞ്ഞ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറി പറയാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അതൊക്കെ ഉദാഹരണങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യോ സാഹചര്യങ്ങളുടെ അടിമയാണ്. ആ സാഹചര്യങ്ങളുടെ കൂട്ടത്തില് മാതാപിതാക്കളുടെ സാഹചര്യം മാത്രമാണോ കുട്ടിയെ സ്വാധീനിക്കപ്പെടുന്നത്? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ട് മുത്തുനബി ഫഅബവാഹു എന്ന് പറഞ്ഞു? ഫഅബവാഹു എന്നതും ഉദാഹരണമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യം അവന്റെ പെറ്റ ഉമ്മയുടെയും വളർത്തുന്ന പിതാവിന്റേതുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅബവാഹു, അവന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു. അല്ലാതെ ഉമ്മ കുഞ്ഞിനെ പെറ്റിട്ട് ഏതോ ഓടയിൽ തള്ളിപ്പോയതാ. ഈ കുഞ്ഞെങ്ങനെ ഉമ്മയുടെ സംസ്കാരം ഈ കുട്ടിക്ക് ഉണ്ടാവുമോ? അവിഹിത ബന്ധത്തിൽ പറഞ്ഞ കുട്ടിയെ ഏതോ ഓടയിൽ തള്ളിയിട്ട് ഉമ്മ എങ്ങോട്ടോ പോയി മറിഞ്ഞു, ഈ ഉമ്മയുടെ സംസ്കാരം ഉണ്ടാകൂല. നബി തങ്ങളാ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? ചെറുപ്പം മുതലേ ഇവൻ കണ്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ വാപ്പയും ഉമ്മയുമാണ്. അപ്പൊ സാഹചര്യങ്ങളുടെ അടിമയാണ് കുഞ്ഞ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ വിശദീകരിച്ച ആ അർത്ഥമാണ് ഹദീസിനുള്ളത്. അപ്പോൾ ഇവനെ വളർത്തിയ അമ്മത്തൊട്ടിലുകളുടെ പരിപാലകരാരാണോ ആ അമ്മത്തൊട്ടിലിന്റെ പരിപാലകരായിരിക്കും, അവിടുത്തെ അവന്റെ വളർത്തമ്മമാരുടെ സ്വഭാവമായിരിക്കും ഇവനിൽ വളർന്നു വരിക. തീർച്ചയാണ്. ഇവനെ പോറ്റി വളർത്തിയ ഇവന്റെ പോറ്റുപ്പ, അതാരാണോ ഇവനെ വളർത്തിയ ഉപ്പ, ആ ഉപ്പയുടെ സംസ്കാരങ്ങളായിരിക്കും അവനിലേക്ക് കടന്നു വരിക. ഫഅബവാഹു എന്ന് പറഞ്ഞത് അവന്റെ നേരെ മാതാപിതാക്കൾ തന്നെ ആവണമെന്നില്ല. ഇനി മാതാപിതാക്കൾ ഇവനെ വളർത്തിയത് 8, 10, 12 വയസ്സുവരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവൻ കേട്ട് കണ്ട് വളരുന്നത് തന്റെ സുഹൃത്തുക്കളുടെ സംസ്കാരങ്ങളാണ്. എത്ര മാതാപിതാക്കൾ മക്കളെ നന്നാക്കിയെടുത്തു. നിങ്ങളുടെയൊക്കെ മക്കളെ പലപ്പോഴും നിങ്ങൾ നന്നാക്കി 15 കഴിഞ്ഞിട്ട് മക്കൾ വഴിതെറ്റിപ്പോകുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള മോൻ മദ്യപിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ള മോള് വരെ മദ്യപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരുതായ്മകളിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, ഞാൻ ഒരു അരുതായ്മയും പ്രവർത്തിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്റെ മോൻ പിഴച്ചു? അതാ ഞാൻ പറഞ്ഞത് ഫഅബവാഹു എന്ന് മുത്തുനബി പറഞ്ഞത്. മാതാപിതാക്കൾ അത് കറക്റ്റ് അത് തന്നെയാണ് എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഏറ്റവും കൂടുതൽ കുഞ്ഞിനാൽ സ്വാധീനിക്കപ്പെടുന്ന സാഹചര്യക്കാർ, അതേ അതിനർത്ഥമുള്ളൂ. അപ്പൊ കുഞ്ഞ് ചീത്ത കൂട്ടുകെട്ടി നശിക്കുന്നു, കൂട്ടുകാരവനെ പിഴപ്പിക്കുന്നു. അവിടെ ഫഅബവാഹു എന്ന് പറഞ്ഞത് കൂട്ടുകാരാകും. ഫഅബവാഹു എന്ന് പറഞ്ഞത് അവൻ പ്രവർത്തിക്കുന്ന സംഘടനയിലെ കൂട്ടുകാരാവും. അവന് കിട്ടുന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിനനുസരിച്ചാണ് ഒരു കുട്ടി പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നത് അവന്റെ സംസ്കാരം. അതുകൊണ്ട് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം, കുഞ്ഞിന് നല്ല സാഹചര്യം നൽകണം. കുഞ്ഞിന് നല്ല സാഹചര്യം നൽകണം. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുള്ള ദമ്പതികള് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെക്കാൾ ജാഗരൂകരായിരിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെക്കാൾ കുഞ്ഞുങ്ങളുള്ളവർ ജാഗരൂകരായിരിക്കണം, അവർ ജാഗ്രത പാലിക്കണം. എന്തേ കാരണം? കുഞ്ഞുങ്ങളില്ലാത്തവർ അരുതായ്മകൾ പ്രവർത്തിക്കുമ്പോൾ
കുഞ്ഞുങ്ങളില്ലാത്ത ഉമ്മയും ഉപ്പയും അരുതായ്മകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സ്വയം പിഴക്കുന്നു എന്ന കുറ്റമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അതേസമയം മക്കളുള്ള ഉമ്മയും വാപ്പയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ, അനാവശ്യങ്ങൾ ചെയ്യുമ്പോൾ, അവരശ്ലീലങ്ങൾ പറയുമ്പോൾ, അവരശ്ലീലങ്ങളുടെ വക്താക്കളായി മാറുമ്പോൾ സ്വാഭാവികമാണ് നിങ്ങൾ സ്വയം പിഴക്കുകയല്ല, കുരുന്നു മനസ്സുകളെ നിങ്ങൾ പിഴപ്പിക്കുക കൂടെ ചെയ്യുന്നു. കാരണം നിങ്ങളുടെ വായിൽ നിന്ന്, നിങ്ങളുടെ നാക്കിൽ നിന്ന്, നിങ്ങളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്, കേട്ടുപഠിക്കാൻ പറ്റുന്നത് മുഴുവൻ എന്റെ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുരുന്നു മക്കളെ പിഴപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അപകടകരമാണ്. അപ്പൊ അവിടെ ആ മനുഷ്യൻ ലാല് മാത്രമല്ല ആകുന്നത്, മുതലും കൂടെ ആകുന്നു. മക്കളില്ലാത്ത വാപ്പയും ഉമ്മയും തെറ്റ് ചെയ്താൽ അവർ ലാലാണ്, സ്വയം പിഴച്ചവരാണ്. മക്കളുള്ളവർ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നല്ല ഒരു സാഹചര്യം കുഞ്ഞിന് സൃഷ്ടിച്ചു കൊടുക്കേണ്ടിയിരുന്ന ഉമ്മയും ഉപ്പയും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഈ ചെകുത്താമ്പട്ടിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. സ്വലാത്തുമില്ല, ദിക്റുമില്ല, ഒരു പരിപാടിയില്ല. എന്നിട്ട് ഈ ചെകുത്താമ്പട്ടിയുടെ മുമ്പിൽ ഇരുന്ന് മണിക്കൂറുകളോളം ഒരു കാരണവശാലും തന്റെ സ്വന്തം മക്കളുടെ മുമ്പിൽ നിന്ന് കാണാൻ പോലും പാടില്ലാത്ത പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമാണ് ഈ കുരുന്നു മനസ്സുകൾ അതാ മലിനമാകുകയാണ്. മലിനമാകുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളും പിഴക്കുന്നു. ഇത് കണ്ടു വളരുന്ന മക്കള് നിങ്ങളെക്കാൾ അശ്ലീല ഭ്രമം മൂത്തവരായി മാറി വരുന്നു. അവരുടെ ജീവിതം മൊത്തം അവതാളത്തിലായി. നാളെ മരിച്ചു ചെന്ന് പടച്ച റബ്ബിന്റെ നരകത്തിൽ അവർ വെന്തിരിയുമ്പോ അവർ പറയാൻ, അല്ലാഹുവേ, ഞങ്ങൾ പിഴക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കളെ കാണിച്ചു തന്നാൽ അവരുടെ നെഞ്ചത്ത് കയറി നിന്നിട്ടെങ്കിലും ഒരു മിനിറ്റ് സമയമെങ്കിലും, ഒരു നിമിഷ സമയമെങ്കിലും പടച്ചവനെ ഞങ്ങൾക്ക് ഈ നരകത്തിന്റെ കത്തുന്ന ചൂട് അതിൽ നിന്നൊരു ചെറിയ ശമനം കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ നൊന്ത് പ്രസവിച്ച മകനിൽ നിന്ന് നിങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയോ? ചോര നീരാക്കി അധ്വാനിച്ച് പോറ്റി വളർത്തിയ മക്കള് നിങ്ങൾക്കെതിരെ നാളെ ഈ വാക്ക്, ഈ മൂർച്ചയുള്ള വാക്ക് പ്രയോഗിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് സഹിക്കാനാവോ? ആവൂലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ മക്കളെയും കൂടെ, നിങ്ങളുടെ കുടുംബത്തെയും കൂടെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാഠമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. ഇത് ശ്രദ്ധിക്കാതെ ജീവിക്കാൻ ഒരു നിലക്കും നമുക്ക് പറ്റില്ല. മാതാപിതാക്കള് നിർബന്ധമായും മക്കളുടെ മുമ്പിൽ രഹസ്യമായി പടച്ചോനെ പേടിച്ച് ജീവിക്കണം. അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ, തീർച്ച. എന്നാ മക്കളുടെ മുമ്പിൽ ഒന്നും കൂടെ തഖ്വ പാലിക്കണം. തഖ്വ പാലിക്കണം നിർബന്ധമായിട്ടും. അപ്പോഴേ മക്കളെ നന്നാക്കി എന്ന കൂലിയും കൂടെ നമുക്ക് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇതിന്റെ അനന്തര ഫലം ഇതായിരിക്കും, ആലോചിക്കാൻ പോലും പറ്റാത്ത സംഗതി. അതുകൊണ്ട് മക്കളുള്ള മാതാപിതാക്കള് ഒരു തോന്നിയാസവും മക്കളുടെ മുമ്പിൽ നിന്ന് ചെയ്യരുത്, പറയരുത്, പ്രവർത്തിക്കരുത്. മക്കളത് ഒപ്പിയെടുക്കാൻ കാത്തു നിൽക്കുന്നു എന്ന ആ ഒരു മാനസികാവസ്ഥയോടുകൂടെ ആകണം ഉമ്മയും വാപ്പയും ജീവിക്കേണ്ടത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മക്കളോടുള്ള ബാധ്യതകൾ എന്താണ് എന്നതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ആദ്യം അതിന്റെ ഗൗരവം ഒന്ന് ഉണർത്താൻ വേണ്ടിയായി ഇത്രയും പറഞ്ഞത്. മക്കള്, ഞാൻ പറഞ്ഞു, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ? സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും മക്കളും, അൽമാലു വൽ ബനൂൻ, സമ്പത്തും മക്കളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എത്ര നല്ല ഒരു വചനാണ് പടച്ചോനാ പറഞ്ഞത്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സമ്പത്തും മക്കളൊക്കെ ദുനിയാവിന്റെ പകിട്ടുകളാണ്. അതൊന്നും വേണ്ടാന്നാ? അല്ല, അത് വേണ്ടാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സമ്പത്ത് പറ്റൂലെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? മക്കളുണ്ടാവരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നീ സാമ്പത്തികമായി അല്പം ക്ഷീണത്തിലാണ്,
അതുകൊണ്ട് ഇന്ന സമരത്തിന് നേതൃത്വം നൽകേണ്ടത് നീയാണെന്ന് പറഞ്ഞ ആ സമരത്തിന് അമീറായിട്ട് ആ സ്വഹാബിയെ നിയോഗിക്കുന്ന സമയത്ത് ആ സ്വഹാബി തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സമരാർജിത സ്വത്ത് അഥവാ ഗനീമത്ത് സ്വത്ത്, സമരാർജിത സ്വത്ത് കൊണ്ട് ഞാനൊരു മുതലാളിയാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങൾ എന്നെ സമരക്കളത്തിലേക്ക് പറഞ്ഞയക്കുകയോ നബിതങ്ങളെ? ഷഹാദത്ത് ആഗ്രഹിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞാൻ സമരക്കളത്തിലേക്ക് പോകാം, രക്തസാക്ഷിത്വം ആഗ്രഹിച്ചുകൊണ്ട്. മുതലുണ്ടാക്കണം എന്ന് കരുതിയിട്ട്, ദുന്യാവുണ്ടാക്കണം എന്ന് കരുതിയിട്ട് എന്നെ സമരക്കളത്തിലേക്ക് ഇറക്കണോ നബിയെ തങ്ങള്? ദുന്യാവ് ആർക്ക് വേണം നബിയെ ദുനിയാവ്? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ വിചാരിച്ചതുപോലെയല്ല. നിഅ്മൽ മാലു സാലിഹ് ലിർറജുലി സാലിഹ്. സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. നല്ലവന്റെ കയ്യിൽ നല്ല പണം വളരെ ബെറ്ററാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, നല്ലവന്റെ കയ്യിൽ നല്ല പണം ഉണ്ടായാൽ അതെത്ര നല്ലതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അത്രത്തോളം നല്ല സാഹചര്യം വേറെ ഏതുണ്ട്? നിങ്ങളൊക്കെ പലപ്പോഴും നിരീക്ഷിച്ചിട്ടില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പല മുതലാളിമാരോടും നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവും. കാരണം അള്ളാഹു നിഅമത്തും ബറക്കത്തും കൊടുത്തതുകൊണ്ട് നമ്മളെപ്പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, നമ്മളെപ്പോലെ അവരും നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മളെപ്പോലെ അവരും ഖുർആൻ ഓതുന്നുണ്ട്. അല്ല, നമ്മളെക്കാൾ മുന്നിലാണ് ഈ വിഷയത്തിലൊക്കെ. അതോടൊപ്പം ലക്ഷങ്ങൾ അവർ പള്ളിക്കും മദ്രസക്കും സംഘടനക്കും ഒക്കെ ദാനം ചെയ്യുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ധാരാളം ഉണ്ടാക്കുന്നു പണമുള്ളത് കൊണ്ട്. എന്നാൽ നമ്മളെപ്പോലെ ഞെരുങ്ങിയ ജീവിതമല്ല, വീട്ടിൽ റാഹത്തോടെ ജീവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും അസൂയ തോന്നൂലേ? ദുന്യാവും ആഖിറവും ഇയാൾ പണം കൊണ്ടുണ്ടാക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അള്ളാഹുവിൻ്റെ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്ന ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം അവൻ വെച്ചു നീട്ടുന്നതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞു. പക്ഷേ മുതലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നന്നായി കിട്ടുക എന്നുള്ളത് ഒരു വിദൂര സാധ്യതയാണ്. അവിടെയാ വിഷയം. മുതലുള്ള ഒരു മനുഷ്യൻ നന്നാവുക എന്നുള്ളത് ഒരു വിദൂര സാധ്യതയാ. നന്നായാൽ, നല്ലവന്റെ കയ്യിൽ നല്ല പണമുണ്ടെങ്കിൽ, വെട്ടിപ്പിലൂടെ തട്ടിപ്പിലൂടെ നേടിയതാവരുത്. നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. നല്ലവന്റെ കയ്യില് നല്ല പണം വളരെ ഉഷാറാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമ്പത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ മുതലാളിയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മുതലാളിയായിരുന്നു. നമ്മളെ കൂട്ടത്തിലൊക്കെ ഒരു 10 ഉറുപ്പ്യ ഉണ്ടാകുമ്പോഴേക്ക് തണ്ട് കാട്ടുന്ന മുതലാളിമാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഒക്കെ ഒന്ന് പഠിക്കാം. അപ്പൊ 10 അങ്ങോട്ട് മടങ്ങും. കാരണം അവരുടെ ഒരു ചെറിയ ഭാഗം പോലും ഉണ്ടാവില്ല. ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സമ്പത്തൊക്കെ കേട്ട അന്നത്തെ മുതലാളി ഒന്നുമല്ല. അത്രയും നല്ല സമ്പത്ത് അള്ളാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കൊടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അള്ളാഹു വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ ദുആ ആണ്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ അൻഫഖ്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ അംസക്. അള്ളാഹുവിന്റെ റസൂൽ ദ്വാരന്ന് കൊടുത്തത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്. പടച്ചോനെ, ഈ അബ്ദുറഹ്മാൻ ചെലവാക്കുന്നതിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഈ അബ്ദുറഹ്മാൻ സ്റ്റോക്ക് ചെയ്യുന്നതിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ചെലവാക്കുന്നതിലും ബറക്കത്ത്, സ്റ്റോക്കിലും ബറക്കത്ത്. അള്ളാഹിന്റെ റസൂൽ അങ്ങ് ദുആ കൊടുത്തതോടുകൂടെ പിന്നെ അദ്ദേഹം പറയാണ്, പിന്നെ ഞാൻ തൊട്ടതൊക്കെ പൊന്നാവുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നിർബന്ധ തീരുവകൾ അടച്ചു വീട്ടാൻ ഒരു പൈസ പോലും ബാക്കി വെച്ചിട്ടില്ല. അടച്ചു തീർക്കേണ്ട മുഴുവൻ തീരുവകളും അടച്ചു തീർത്തിട്ടുണ്ട്. കുഴങ്ങിയവരാര്, ബുദ്ധിമുട്ടുന്നവരാര്, സാഹസപ്പെടുന്നവരാര്, ഗതിയില്ലാത്തവരാര്, അനാഥകളാര്, അതൊക്കെ കണ്ടു മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരങ്ങളുമായിട്ടേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജീവിച്ചിട്ടുള്ളൂ. നല്ലവരുടെ കയ്യിലെ നല്ല പണം അത് എന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അഭിനന്ദിച്ചു. എന്നിട്ട് ആ സ്വഹാബിയെ സമരക്കളത്തിലേക്ക് പറഞ്ഞയച്ചു. മുതലുണ്ടാക്കാൻ പറ്റൂല എന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ദുനിയാവിന്റെ പിന്നാലെ മനുഷ്യനെ പ്രചോദിപ്പിച്ച് വിടുമ്പോഴുള്ള പേടി, വെട്ടിപ്പും തട്ടിപ്പും അതിലൂടെ ആയിരിക്കും അവൻ സമ്പാദിക്കുക. 10 ഉറുപ്പ്യ ഉണ്ടാക്കണം എന്നുള്ള ആ കലശലായ മോഹം എപ്പോഴാണോ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാ പിന്നെ അത് വേറൊരാൾ വേദനിച്ചാലും കരഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് 10 ഉറുപ്പ്യ ഉണ്ടാവണം എന്നുള്ള നിയ്യത്തേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഇസ്ലാം എതിർക്കുന്നത്. അതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിഹിതമായി നിങ്ങൾ കോടികൾ സമ്പാദിച്ചെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന് അതിൽ നിയന്ത്രണമില്ല. ഗവൺമെന്റിന് നിയന്ത്രണം ഉണ്ടാവും, ഒരാളുടെ പേരിൽ ഇത്രേ ഉണ്ടാവാവൂ സ്വത്ത്.
പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന് വിഹിതമായി നിങ്ങൾ നേടുന്നതിൽ കോടിക്കണക്കിന് കോടാനക്കോടി രൂപ നിങ്ങൾ നേടിയാലും അതിൽ എതിർപ്പില്ല. അതേസമയോ അവിഹിതമായി നിങ്ങൾ 5 കാശ് നേടിയാൽ അത് ഇസ്ലാമിന് എതിർപ്പുമാണ്. അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെ 5 കാശ് അതിനെതിരുവാണ്. ഹൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ സ്വത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്. ദുനിയാവിൽ സ്വത്തുണ്ടാവണം, മക്കളും ഉണ്ടാവണം. മക്കള് വലിയ പ്രതീക്ഷയാണ്, യാതൊരു സംശയവും വേണ്ട. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളുണ്ടാകുന്നത് കൂടുതൽ ഖൈറല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിങ്ങൾ ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നല്ല കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളോട് പറഞ്ഞത്. കല്യാണം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും കല്യാണം കഴിക്കുമ്പോൾ പല ആവശ്യങ്ങളും പരിഗണിക്കാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, തസവ്വജുൽ വലൂദൽ വദൂദ. നിങ്ങൾ ഭർത്താവിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന, കൂടുതൽ പ്രസവിക്കാൻ തയ്യാറുള്ള ഉമ്മയെ കല്യാണം കഴിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ മക്കൾക്ക് ജന്മം നൽകാൻ തയ്യാറുള്ള ഉമ്മയെ കല്യാണം കഴിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ മക്കൾ ഉണ്ടാകുന്നതിൽ ഇസ്സത്തുള്ളത് കൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയാൻ കാരണം. കൂടുതൽ മക്കൾ ഉണ്ടാകുന്നവരെ പ്രസവിക്കാൻ തയ്യാറുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. അപ്പൊ മക്കള് എന്നും ഒരു ഇസ്സത്ത് തന്നെയാണ്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والأنعام والخيل المسومة والأنعام والحرث. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ ദുനിയാവിൽ കുറെ അപ്പക്കഷ്ണങ്ങളുണ്ട്. ഷഹവാത്ത്, മനുഷ്യന് ഇമ്പമുള്ള കേസുകൾ, ഇതിനെ നമുക്ക് അപ്പക്കഷ്ണങ്ങൾ എന്ന് വിളിക്കാം. ദുനിയാവിൽ 5-6 അപ്പക്കഷ്ണങ്ങളുണ്ട്. ആ അപ്പക്കഷ്ണങ്ങളോടുള്ള താല്പര്യം മനുഷ്യ സഹജമാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്. ഏതാണ് ആ അപ്പക്കഷ്ണങ്ങൾ? മിനൻ നിസാ, ഒന്ന് ഭാര്യമാരോടുള്ള സ്നേഹം, 2 വൽ ബനീൻ, മക്കളോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ, കൂമ്പാരക്കണക്കിന് കൂട്ടിയിട്ട സ്വർണ്ണ വെള്ളികളുടെ സമ്പാദ്യം, അതിനോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. നല്ല ആസ്തി, സ്വർണ്ണ വെള്ളികളുടെ ആസ്തി. അതുപോലെ തന്നെ വൽ ഖൈലിൽ മുസവ്വമ, മേത്തരം വാഹനങ്ങളോടുള്ള ഭ്രമം, മേത്തരം വാഹനങ്ങളോടുള്ള സ്നേഹം, താല്പര്യം. അതേ രൂപത്തിൽ തന്നെ വൽ അൻആം, വളർത്തു മൃഗങ്ങളോടുള്ള താല്പര്യം, വൽ ഹർസ്, കൃഷിയിടങ്ങളോടുള്ള താല്പര്യം. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. 6 പറഞ്ഞു. ഒരിക്കലും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മുമ്പ് ഞാൻ എവിടെയോ സംസാരിച്ചിട്ടുണ്ട്. ഒരു CD-യിൽ അങ്ങനെ തന്നെ ഉണ്ടാകും. ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ 6 കാര്യങ്ങൾ, അതില് അരുതുന്നതുണ്ട്, അരുതാത്തതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹു ഭംഗിയാക്കി കൊടുത്തു. അല്ലാഹു ഭംഗിയാക്കി കൊടുത്തു എന്നും പറഞ്ഞിട്ടില്ല, പിശാച് ഭംഗിയാക്കി കൊടുത്തു എന്നും പറഞ്ഞിട്ടില്ല. സുയ്യിന, ഭംഗിയാക്കപ്പെട്ടു, മനുഷ്യ സഹജമാണ്. ആരാണത് അവന്റെ സഹജ സ്വഭാവമാക്കി കൊടുത്തത്? അല്ലാഹു ആക്കുകയാണെങ്കിൽ അതിൽ പൊരുത്തം ഉണ്ടാകും, പിശാചാക്കുകയാണെങ്കിൽ പൊരുത്തം ഉണ്ടാകില്ല. ഈ 2 വഴിക്ക് ഇതിന്റെ റൂട്ട് തിരിച്ചുവിടാനാണ് ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹു സയ്യന അല്ലാഹു എന്നോ സയ്യന ശൈത്താൻ എന്നോ പറയാതെ സുയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞ് കർമ്മണി പ്രയോഗത്തിൽ അത് പ്രയോഗിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ 6 ഈ 2 മുഖങ്ങളുണ്ട്. അപ്പൊ 12 മുഖങ്ങൾ വിശദീകരിക്കണം. അപ്പോഴേ ഈ 6 അപ്പക്കഷ്ണങ്ങളോടുള്ള സ്നേഹം അരുതുന്നതേത്, അരുതാത്തതേത് എന്ന് ബോധ്യപ്പെടുള്ളൂ. ഭാര്യയോടുള്ള സ്നേഹം പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. മക്കളോടുള്ള സ്നേഹം പറ്റാവുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. സമ്പത്തിനോടുള്ള സ്നേഹം, അള്ളാന്റെ പൊരുത്തം ഉള്ള സ്നേഹമുണ്ട്, ഇല്ലാത്ത സ്നേഹമുണ്ട്. അതൊക്കെ വേഗം വേഗം മനസ്സിലാക്കാൻ പറ്റും. 2 മണിക്കൂർ സമയം ഒരിക്കൽ അത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ വിഷയം നമ്മുടെ മക്കൾ അതിൽ തന്നെ വരാം. നാൽക്കാലികളോടുള്ള സ്നേഹം പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. കൃഷിയോടുള്ള സ്നേഹം പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. വാഹനത്തോടുള്ള സ്നേഹം പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. ഏതാ പറ്റുന്നത് പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഞാൻ പറയാണ്, സ്നേഹം അള്ളാഹു അനുവദിച്ചിരിക്കുന്നു, ഭ്രമം അള്ളാഹു വിലക്കിയിരിക്കുന്നു. അതാണ് കറക്റ്റ്.
സ്നേഹം അള്ളാഹു അനുവദിച്ചിരിക്കുന്ന ഭ്രമം അള്ളാഹു വിലക്കിയിരിക്കുന്നു. വാഹനത്തോട് സ്നേഹമാവാം, ഭ്രമമാവരുത്. ഭ്രമമാവുമ്പോഴാണ് ഈ നമ്പർ ഭ്രാന്ത്, മോഡൽ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ കടന്നുകൂടാറുള്ളത്. ഞാൻ അതിലേക്ക് ഇപ്പൊ തൽക്കാലം കടക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഭാര്യയോട് സ്നേഹമാവാം. ഭാര്യയെ സ്നേഹിക്കുന്നവരെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുമോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാർക്കേ ഭാര്യമാരെ ആദരിക്കാൻ പറ്റുള്ളൂ, സ്നേഹിക്കാൻ പറ്റുള്ളൂ. നികൃഷ്ടന്മാർക്കേ ഭാര്യമാരെ അവഗണിക്കാൻ പറ്റുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി ഭാര്യനെ സ്നേഹിക്കരുത്, ഭാര്യനെ സ്നേഹിക്കരുത് എന്ന് ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴാ അപകടാകുന്നത്? ആ പറഞ്ഞ മുത്തുനബി തന്നെ പറയുന്നുണ്ട്, എന്ത്? മാ തറക്തു മിൻ ബഅദി ഫിത്നതൻ അളറ അല الرجال മിൻ النساء. ഇച്ഛാശക്തിയുള്ള പുരുഷന്മാരുടെ ഇച്ഛാശക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു മഹാദുരന്തം എനിക്ക് ശേഷം ഈ ഭൂമിയിൽ ഞാൻ ഇട്ടേച്ചു പോകുന്നുണ്ടെങ്കിൽ അത് ഈ കൊസ്രാ കൊള്ളികളായ പെണ്ണുങ്ങൾ മാത്രമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അത് പറഞ്ഞതും റസൂലുള്ളാഹി തന്നെയാ. അപ്പൊ ഇതിലൊക്കെ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. പെണ്ണിനോടുള്ള സ്നേഹം പാടുള്ളതും പാടില്ലാത്തതും ഏതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്നേഹാവാം, പക്ഷെ ഭ്രമമാവരുത്. ഭ്രമമാകുമ്പോഴുള്ള കുഴപ്പം എന്താ? നാട്ടുകാരെയൊക്കെ അവൻ നന്നാക്കി നടന്നാലും അവന്റെ സ്വന്തം പെണ്ണ് തലയിൽ തട്ടിട്ടില്ലെങ്കിൽ അവളോട് തലയിൽ തട്ടമിടടി എന്ന് പറയാനുള്ള വോയിസ് അവൻ ഉണ്ടാവൂല. കാരണം എന്താ? ഞാനത് പറഞ്ഞ അവൾ എന്നോട് പിണങ്ങോന്ന് പേടിച്ചിട്ട്. ഇതാണ് ഭ്രമം. അനിസ്ലാമിക പ്രവണതകളിൽ അവർ ജീവിക്കുമ്പോ അരുത് എന്ന് പറയാനുള്ള ശേഷി മക്കളോടും അവന്റെ ഭാര്യയോടും മക്കളോടും അവൻ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവന് ഭാര്യയോടും മക്കളോടുമുള്ളത് സ്നേഹമല്ല, ഭ്രമമാണ്. ഭ്രമമാണ്. അതല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു, ദുർനടപ്പുകാരിയായ പെണ്ണിനെ വെച്ച് പൊറുപ്പിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അപ്പോഴാ ആള് വന്നിട്ട് പറഞ്ഞത്, നബിയെ എനിക്കൊരു ഭാര്യയുണ്ട്, ലാ തറുദ്ദു യദ ലാമിസ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും ഇഷ്ടാ. പക്ഷേ നബി ഒരു കുഴപ്പമുണ്ട്, ലാ തറുദ്ദു യദ ലാമിസ്. ആര് തൊട്ടാലും എതിര് പറയൂല. പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ എന്റെ ഭാര്യ ആര് പ്രാപിക്കണമെന്ന് കരുതിയാലും അവർക്കൊക്കെ അവളെ പ്രാപിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നബിയെ എന്റെ ഭാര്യ ദുർനടപ്പുകാരിയാണ്, അവൾ വ്യഭിചാരിയാണ്, അവളെ വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധനായ ഒരു വ്യക്തിക്ക് ഇത് യോജിച്ചതല്ല. അൽ ഖബീസാതു ലിൽ ഖബീസീൻ. അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്. ദുർനടപ്പുകാരികൾ ദുർനടപ്പുകാർക്ക്. അതാണ് അതിന്റെ പൊരുത്തം. അങ്ങനെയാ അൽ ഖബീസാതു ലിൽ ഖബീസീൻ. അപ്പൊ അതുകൊണ്ട് ഒന്നും നോക്കണ്ട, നീ അവളെ ത്വലാഖ് ചൊല്ലി വിട്ടേക്ക്, വിവാഹമോചിതയാക്കിയേക്ക് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഈ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ, ബൽ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. നബിയെ ത്വലാഖ് എല്ലാം പറഞ്ഞപ്പോ ഒരു വിഷമം. കാരണം എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടാ. സംഗതി അവൾ എന്ത് ചെയ്താലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. അവളുമായിട്ട് പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് ആലോചിച്ചൂടാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംസിക്ഹാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാ അങ്ങ് ഏറ്റിക്കോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി എന്നാ ഏറ്റി നടന്നോ എന്ന് പറഞ്ഞു. കാരണം അതല്ലാതെ നിവൃത്തിയില്ല. ഇത് ഭ്രമമായി പോയാലുള്ള അപകടം, ഭ്രമമായി പോകുമ്പോഴുള്ള അപകടമാണ്. അപ്പൊ അതതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് ഇത് തന്നെയാണ് മക്കളുടെയും അവസ്ഥ. മക്കളോടുള്ള സ്നേഹം ഭ്രമമായി മാറിയാൽ ആ മക്കൾ അനിസ്ലാമികമായ സംഗതികൾ ചെയ്യുമ്പോ മക്കളുടെ മുഖത്ത് നോക്കി അരുതെന്ന് പറയാൻ, മക്കള് വേണ്ടാത്തരം ചെയ്യുമ്പോ മോനെ അങ്ങനെ ചെയ്യല്ല, മോളെ അങ്ങനെ ചെയ്യല്ല എന്ന് പറയാനുള്ള വോയിസ് വാപ്പക്കും ഉമ്മക്കും ഇല്ലാതെ പോകും. അത് അപകടമാണ്. അതാണ് സൂറത്തുൽ കഹ്ഫിൽ തന്നെ നമുക്ക് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഖിളർ അലൈഹിസ്സലാം, രണ്ടാളും തമ്മിലുള്ള കൂട്ടായ ഒരു യാത്രയെ കുറിച്ച് എല്ലാ ആഴ്ചയിലും നിങ്ങൾ വായിക്കുന്നു. എന്തിനാ അല്ലാഹു തആല ഒരു വാരാന്ത വായന ഈ സൂറത്തിനെ ചൊല്ലി നമുക്ക് പാസാക്കി വെച്ചത്? അൽ കഹ്ഫിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അൽ കഹ്ഫിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില പാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിലാക്കാം. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ നീണ്ട അധ്യായത്തിൽ ഒരു മനുഷ്യൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുനർവായനക്ക് വിധേയമാക്കേണ്ട തെരഞ്ഞെടുക്കപ്പെട്ട ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് അൽ കഹ്ഫ് ഓതാൻ വേണ്ടി കൽപ്പിച്ചത്. വെള്ളിയാഴ്ച ഒരിക്കൽ ഓതണം. അതിലൊരു പാഠമുണ്ട്.
ഈ ഖിളിർ നബിയും മൂസാ നബിയും ഒരുമിച്ചുള്ള ആ യാത്രയിൽ ഖിളിർ നബി അലൈഹിസ്സലാമിൽ നിന്ന് മൂസാ നബി കുറെ അത്ഭുതങ്ങൾ കാണുന്നു. ആ അത്ഭുതങ്ങൾ കാണുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിളിർ നബി ഞാൻ പിന്നീട് പറഞ്ഞു തരാമെന്ന് പറയുന്നു. അവസാനം അതിന്റെ വിശദീകരണങ്ങൾ നൽകുന്നു. അതിൽ മൂസാ നബിക്ക് പൊറുക്കാനും സഹിക്കാനും കഴിയാത്ത ഒരു ചിത്രമായിരുന്നു. ഒരു മൈതാനത്തിലൂടെ പോകുമ്പോ ഒരു കുഞ്ഞു പൈതലിനെ പിടിച്ചിട്ട് തല ഇരിഞ്ഞു കൊന്നു. തല ഉടലിൽ നിന്ന് പിരിച്ചുങ്ങെടുത്തു. തല ഇരിഞ്ഞു കൊന്നു. ഈ കാര്യത്തെ ചോദ്യം ചെയ്തു ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാം. ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ദഹിക്കൂല, അപ്പൊ നിങ്ങൾ ക്ഷമിച്ചോളാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കൂടെ കൂട്ടിയത്. ഏതാവട്ടെ, ഒന്നും കൂടെ മുന്നോട്ട് പോവുക, എല്ലാം കഴിഞ്ഞിട്ട് വിശദീകരിച്ചു തരാം എന്ന് പറയുമ്പോ ആ വിശദീകരണത്തിൽ ഖിളിർ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് നൽകിയൊരു വ്യാഖ്യാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ 3 കാര്യങ്ങളും കപ്പൽ പൊളിക്കാൻ കാരണം എന്ത് എന്ന് പറഞ്ഞു, കുട്ടിയെ കൊല്ലാൻ കാരണം എന്ത് എന്ന് പറഞ്ഞു, ആ പൊളിഞ്ഞു വീഴാറായ ചുമര് നേരെയാക്കി കൊടുക്കാൻ ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാത്ത നാട്ടുകാർക്ക് പൊളിഞ്ഞു വീഴാറായ ചുമര് നേരെയാക്കി കൊടുക്കാൻ കാരണമെന്ത്, 3 കാര്യങ്ങളാ. ഞാൻ അതിലേക്ക് വരുന്നില്ല, വിഷയമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം വായിക്കട്ടെ. ഈ കുട്ടിയെ കൊന്നത് എന്തിന്? വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. ഇതാ പറഞ്ഞത്, ഞാൻ ആ കൊന്നുകളഞ്ഞ കുഞ്ഞുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചു എന്തിനാണ് ആ കുഞ്ഞു പൈതലിനെ കൊന്നത്, ആ കുരുന്നിനെ എന്തിനാണ് പിടിച്ചു കൊന്നത്? വഅമ്മൽ ഗുലാം, വഅമ്മൽ ഗുലാം, ആ കുഞ്ഞില്ലേ, അഖതൽത നഫ്സൻ സകിയ, പരിശുദ്ധമായ ഒരു തെറ്റും ചെയ്യാത്ത പാപക്കറ പുരളാത്ത പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ തലയിരിഞ്ഞു കൊല്ലുകയോ എന്ന് നിങ്ങൾ ചോദ്യം ചെയ്ത ആ കുഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തു, അതിന് കാരണക്കാരനായ കുട്ടിയില്ലേ, ആ കുട്ടി ഫകാന അബവാഹു മുഅ്മിനൈൻ, അവന്റെ മാതാപിതാക്കൾ നല്ല മതബോധമുള്ള ഈമാനുള്ള ആദർശബോധമുള്ള നല്ല 2 മനുഷ്യരാണ്. ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. ഈ കുഞ്ഞോ നേരെ വളഞ്ഞിട്ടുള്ളത്. ഈ കുട്ടി വളർന്ന് വലുതായി ഈ കുട്ടിയുടെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നടക്കാൻ തുടങ്ങുമ്പോ ഉമ്മക്കും വാപ്പക്കും വാർദ്ധക്യാകും. അന്ന് ആ ഉമ്മയും വാപ്പയും കിടപ്പിലാകുമ്പോ കുഞ്ഞിന്റെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നിയന്ത്രിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് ഫഖശീനാ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ, ആ ഉമ്മാനെയും വാപ്പാനെയും വഴികേടിനും സത്യനിഷേധത്തിനും ആ കുഞ്ഞ് നിർബന്ധിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ. ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു മൂസാ നബിക്ക്, ആ കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട് കുഫ്റിന്റെ അടയാളം. മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും പറഞ്ഞതുകൊണ്ട് കാര്യമല്ലല്ലോ. വാപ്പ മുസ്ലിമായി ഉമ്മ മുസ്ലിമായി എന്നതുകൊണ്ട് എത്ര നിരീശ്വരവാദികളുണ്ട് ഇവിടെ, അല്ലെ? എഴുത്തുകാരും ബുദ്ധിജീവികളും ഒക്കെയാണ് എന്ന് പറയുന്ന എത്ര ആളുകൾ മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും പറഞ്ഞതാ. പിൽക്കാലത്ത് അവർ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുകയാണ്. പിൽക്കാലത്ത് അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുകയാണ്. പടച്ച റബ്ബിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവരുടെ പേനയും അവരുടെ നാക്കുമൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കുഞ്ഞാണിത്. ഇവന്റെ നെറ്റിത്തടത്തിൽ കുഫർ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്റെ കശ്ഫിന്റെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടുണ്ട്. എന്റെ രഹസ്യ കണ്ണുകൊണ്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഈ കുഞ്ഞ് വളർന്ന് വലിയൊരു നിരീശ്വരവാദിയായി യുക്തിവാദിയായി വളർന്ന് നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും പേരില് അവന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് അവന്റെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നിയന്ത്രിക്കുമ്പോൾ അന്ന് അവൻ വാപ്പനെയും ഉമ്മനെയും ഇന്ന് ആദർശബോധമുള്ള നല്ല മതബോധമുള്ള ഈ വാപ്പനെയും ഉമ്മനെയും വയസ്സുകാലത്ത് അവൻ പഴപ്പിക്കോന്ന് എനിക്കൊരു ഭയം. അപ്പം നമ്മൾ തീരുമാനിച്ചു. ഖിളിർ നബി പറയാൻ, അപ്പോൾ ഞാൻ തീരുമാനിച്ചു, നമ്മൾ തീരുമാനിച്ചു, അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഈ കുഞ്ഞിന്, ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനേക്കാൾ വിശുദ്ധനായ ഒരു കുഞ്ഞിനെ, ഈ കുഞ്ഞിനേക്കാൾ സ്നേഹബന്ധമുള്ള ഒരു കുഞ്ഞിനെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനെ അള്ളാഹു പകരം കൊടുത്തോട്ടെ എന്നത് നമ്മുടെ തീരുമാനമാണ്. നിങ്ങൾ ചിന്തിക്കണം, എന്താ ഇയാൾ ഭയപ്പെട്ടത്? ഈ കുഞ്ഞ് വളർന്ന് വലുതായാല് മതബോധമുള്ള മാതാപിതാക്കളുടെ ഇച്ഛാശക്തിയെ തകർക്കോ എന്നതാ ഭയപ്പെട്ടത്. എന്നിട്ടോ
പിന്നെ ആ ഭയത്തെ തുടർന്നെടുത്ത തീരുമാനോ പടച്ചോൻ ഒരു ശുദ്ധമായ ഒരു കുഞ്ഞിനെ, പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ, ഇവനേക്കാൾ ഉമ്മാനോടും ഉപ്പാനോടും സ്നേഹമുള്ള ഒരു കുട്ടിയെ അള്ളാഹു പകരം കൊടുത്തോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു. അതിന് ഖിദർ നബി അലൈഹി ഇസ്ലാം കൊല്ലുകയും ഖിദർ നബി അത് തീരുമാനിക്കുകയും ചെയ്യാൻ ആരാ ഖിദർ നബി? പടച്ചോനാണോ? അല്ല, അള്ളാഹുവിന്റെ ഒരു ഇഷ്ടദാസൻ. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അങ്ങനെ ചില അവകാശങ്ങൾ ഉണ്ടാവും, അങ്ങനെ ചില അവകാശങ്ങൾ അവർക്കുണ്ടാകും. എന്ത്? പടച്ചോനെ നീ ഇന്നത് അങ്ങ് ചെയ്തു കൊടുത്താളാം. അതാണ് CM വലിയുല്ലാഹി മടവൂരൊക്കെ പറയാറുണ്ടായിരുന്നു, ഉസ്താദെ എന്റെ വയറ്റിലൊരു മുഴയുണ്ട്, ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത് എന്ന് പറയുമ്പോ ഒരു സ്കൂൾ അധ്യാപകൻ, ഒരു മാഷ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലുള്ള അദ്ദേഹം ഒരിക്കൽ CM വലിയുല്ലാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെന്ന് പറഞ്ഞത്ര എന്റെ വയറ്റിലൊരു മുഴയുണ്ട്, ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഏത് ഡോക്ടറാ പറഞ്ഞത് ഓപ്പറേഷൻ വേണം? അത് വേണ്ട, അത് പടച്ചോൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പോയി പരിശോധിച്ചു നോക്കുമ്പോ മുഴയുടെ ഒരു ചെറിയ അടയാളം പോലും ഇല്ല. ഫഅറദിനാ യുബ്ദിലഹുമാ റബ്ബുഹുമാ. നമ്മൾ തീരുമാനിക്കുന്നു, റബ്ബ് പകരം കൊടുത്തോട്ടെ. അത് തീരുമാനിക്കാനുള്ള ഒരു അധികാരം അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു നൽകുന്നതാണ്. അപ്പോഴേക്ക് ആളെ റബ്ബാക്കി എന്നോ ആളെ പടച്ചോനാക്കി എന്നോ പറയുന്നത് അത് വിഡ്ഢിത്തമാണ്. ഖുർആനിൽ മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. അത്രമാത്രം അത് സംബന്ധമായി പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ വിഷയത്തില് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊല്ലാൻ കാരണം? മാതാപിതാക്കളുടെ ആദർശത്തെ ചോദ്യം ചെയ്യോ എന്ന് കരുതിയിട്ടാണ്, അവരുടെ ഈമാൻ തകർക്കോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഷഫഖത്ത് കാരണം, വാത്സല്യം കാരണം പലരും ഈമാനും അമലു സാലിഹാത്തും ഒക്കെ വലിച്ചെറിയാറുണ്ട് വാർദ്ധക്യത്തില്. സത്യമാണ്, വളരെ സത്യമാണ്. എത്രയോ മാതാപിതാക്കളുണ്ട് ഇസ്ലാമിലും ദീനിലും ഒക്കെ നല്ല അയഞ്ഞ നിലപാട് ഒരിക്കലും സ്വീകരിക്കാതെ കടുംപിടുത്തത്തോടുകൂടെ മുന്നോട്ട് പോയ പലരും മക്കള് വഷളാകുമ്പോൾ അവരും ആ കൂട്ടത്തിൽ അങ്ങ് വഷളാകും അവസാന കാലം വെച്ച്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മെ ഇത്തരത്തിലുള്ള മക്കളെ തൊട്ട് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ഒരു ഉപ്പ പറഞ്ഞത് ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്, പച്ചയായി ഓർക്കുന്നുണ്ട്. ഉസ്താദേ 80 വയസ്സുവരെ ആ ഉപ്പ രോഗമായി കിടക്കുമ്പോ ഉപ്പാനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ആ ഉപ്പ പറഞ്ഞതാ, ഉസ്താദെ 80 വയസ്സുവരെ എന്റെ വയറ്റിനകത്ത് ഞാൻ ഹറാം അറിഞ്ഞുകൊണ്ട് കഴിച്ചിട്ടില്ല, സത്യമാണ്. പക്ഷേ ഇന്ന് ഉസ്താദിനറിയാലോ, എനിക്ക് സ്വന്തമായിട്ടൊന്നും എടുത്തു ഭക്ഷിക്കാനില്ല. ഇന്ന് ഞാൻ വലിയ വേദനയിലാണ്. എന്റെ വലിയ മോൻ വട്ടിക്കാരനാണ്. അവൻ വട്ടിപ്പലിശക്ക് വാങ്ങിയ ആ ലാഭമാണ് ഇന്ന് ഞാൻ തിന്നുന്നത്. 80-ാം വയസ്സിൽ എന്റെ വിധി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ എന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്, എന്റെ കർണപുടങ്ങളിൽ അലയടിക്കുന്നുണ്ട്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? മക്കളെ നേരത്തെ തന്നെ നല്ല സ്വഭാവത്തിലും നല്ല സംസ്കാരത്തിലും വളർത്തിയെടുത്തില്ലെങ്കിൽ, അവരുടെ യുവത്വത്തിൽ വരെ അവരെ ഒന്ന് നിയന്ത്രിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളെ ഈമാൻ പോലും അവസാനം വെച്ച് അവർ തകർക്കുമെന്നുള്ളതാ സത്യം. അതുകൊണ്ടാണ് ഈ മോനെ കൊല്ലാൻ കാരണം. ഇത് ഓരോ ആഴ്ചയും നമ്മോട് അൽ-കഹ്ഫ് ഓതാൻ വേണ്ടി പറഞ്ഞത്, മക്കളെ നമ്മൾ ഓരോ സമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന പാഠം നൽകാനാണ്. വളർന്നു വരുന്ന മക്കളെ ഇസ്ലാമിക ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്നെ വിരല് കടിക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. മക്കൾക്ക് നല്ല സാഹചര്യമായിരിക്കണം ഉമ്മയും ഉപ്പയും സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അത് സൃഷ്ടിച്ചു കൊടുത്തിട്ടും മക്കൾ വഷളായാലോ പിന്നെ നിങ്ങൾ ഉത്തരവാദികളല്ല. നിങ്ങളെ അതിന്റെ പേരിൽ അള്ളാഹുവിന് പ്രതിക്കൂട്ടിൽ നിർത്താനും പറ്റില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പടച്ച റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ചോദ്യം ചെയ്യാതെ വിടൂല. ഈ ഒരു ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്കുണ്ടായേ പറ്റൂ. നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഇവിടെ നിന്നിട്ട് ഈ ആയത്തിന് അർത്ഥം പറയണം. മക്കളെ കൊണ്ട് ഒരു മനുഷ്യന് ഖൈറും ഷർറും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് പിന്നെ അർത്ഥം പറയണം, അപ്പോഴേ സംഗതി ശരിയാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, മക്കളും സ്വത്തും ഭൗതിക ജീവിതത്തിന്റെ ടിപ് ടോപ്പാണ് എന്നല്ല ഈ ആയത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരമാണ് എന്ന അർത്ഥവും കൊടുത്തൂടാ. മറിച്ച് മക്കളും സ്വത്തും സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അലങ്കാരം വേണ്ടതും ഉണ്ടാവും, വേണ്ടാത്തതും ഉണ്ടാവും. അലങ്കാരാണ് എന്ന് പറഞ്ഞാൽ സ്വത്തും മക്കളും ഇല്ലെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതത്തിനൊരു രസമല്ല, ഇതിനൊരു രസവും കിട്ടൂല. ദുനിയാവിന്റെ ജീവിതത്തിന്റെ അലങ്കാരാണ്. അതിനൊരു ഉഷാറ് കിട്ടണമെങ്കിൽ മക്കളും വേണം, സ്വത്തും വേണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അൽ-കഹ്ഫിൽ അള്ളാഹു ഇത് പറഞ്ഞതിന് തൊട്ടുപിറകെ പറയുന്നുണ്ട്,
സീനത്തുൽ ഹയാത്തി ദുനിയ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ. എന്നാൽ എന്നെന്നും ശേഷിക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ സൽക്കർമ്മങ്ങള്, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ഇത്തരം സംഗതികള്, ഇത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നാളെ നിന്റെ റബ്ബിന്റെ അടുത്ത് കൂടുതൽ പ്രതിഫലാർഹമാണ്. വഖൈറുൻ അമല, കൂടുതൽ പ്രതീക്ഷാർഹവുമാണ്. പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റിയതും അതിലാണ് എന്ന് പറഞ്ഞാൽ മക്കളെ കാര്യത്തിലും പ്രതീക്ഷ അർപ്പിക്കാം, സ്വത്തിന്റെ കാര്യത്തിലും പരലോകത്തേക്കും പ്രതീക്ഷ അർപ്പിക്കാം. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്, ഭൗതിക ജീവിതത്തിന്റെ രസം വേണമെങ്കിൽ അത് വേണം. ഇനി പരലോകത്തേക്കും മക്കളും സ്വത്തും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. പക്ഷേ അതത്ര ഉറപ്പിക്കണ്ട, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇന്നൊക്കെ ഇപ്പൊ മക്കളും സ്വത്തും നമുക്ക് ഉപകാരപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മരീചികയാണ്, അതൊരു മഹാസംഭവമാണ്, ഒരു തോന്നലാണ്. നടക്കണ കാര്യമാണ് എന്നുള്ളത് പലരും ആലോചിക്കണ്ട. എന്നാലോ അങ്ങനെ ആക്കി തന്നാൽ അത് വലിയ കിട്ടല. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മുടെ സ്വത്തുമക്കളെയൊക്കെ അള്ളാഹു തആല ആക്കി തരട്ടെ. അള്ളാഹു തആല ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. സ്വത്തും മക്കളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. നാളെ പരലോകത്തേക്കും പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും, പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ റബ്ബിന്റെ അടുത്ത് കൂടുതൽ പ്രതിഫലാർഹം, കൂടുതൽ പ്രതീക്ഷാവഹം എന്ന് പറയാൻ കാരണം. വഖൈറുൻ അമല, കൂടുതൽ എന്ന് പറയാൻ കാരണം മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മക്കളിലും പ്രതീക്ഷയുണ്ട്, സമ്പത്തിലും പ്രതീക്ഷയുണ്ട് ആഖിറത്തിലേക്ക്. അല്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നമ്മൾ ഇവിടുന്ന് ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഖിറത്തിലേക്ക് നമുക്ക് ഉപകരിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തേൽപ്പിച്ചു പോകുകയാണ്. ദാനം ചെയ്തതിന്റെ ബാക്കി നല്ല വഴിയിൽ ചെലവഴിക്കേണ്ടതൊക്കെ ചെലവഴിച്ചിട്ട് പിന്നെ മക്കളെ ഏൽപ്പിച്ചു പോയി. ആ മക്കള്, നമ്മളെ കണ്ടുപഠിച്ച മക്കള്, അവരും ആ ധനം ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവര് കൊടുക്കുന്നതിന് മുഴുവനും കൂലി ഈ വാപ്പാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ കാര്യം മഹാ അത്ഭുതമാണ്. എന്തേ? അയാൾ ഒരു ധർമ്മിഷ്ഠനായി ജീവിച്ച്, ധർമ്മം പുലർത്തി ജീവിച്ച്, ജീവിതത്തിൽ ധർമ്മം പുലർത്തി ജീവിച്ച്, ദാനധർമ്മങ്ങളിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്ത് അയാൾ മരിച്ചു പോയാൽ അയാളുടെ അനന്തരാവകാശി ചെലവഴിക്കുന്നതിന് പോലും അയാൾക്ക് കൂലി ഉണ്ടാകും. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അയാള് പിശുക്കനാണെങ്കിലോ, അയാളൊരു അറു പിശുക്കനായിരുന്നു, വാപ്പ മരിച്ചുപോയി, മകനും അതുപോലെ പിശുക്ക് കാണിച്ചാലോ, മകന് മാത്രല്ല കുറ്റുണ്ടാകുക, വാപ്പാക്കുണ്ടാകും. നോക്കണം നിങ്ങൾ, വാപ്പ അറു പിശുക്കനായിരുന്നു, മകൻ ദാനം ചെയ്യുന്നുണ്ട് എങ്കിലോ വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ റബ്ബർ തോട്ടം, തെങ്ങിൻ തോപ്പ, അതിലെ വരുമാനം എടുത്തിട്ട് മകൻ ദാനം ചെയ്യുമ്പോ ഈ പിശുക്കനായ വാപ്പായുടെ ഖബറിലേക്ക് എത്തുവോ? റസൂലുള്ളാഹി പറഞ്ഞു, എത്തൂല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബി അതൊരു വിഷമമുള്ള കാര്യല്ലേ, മകൻ ദാനം ചെയ്യുകയാണെങ്കിൽ വാപ്പാക്കും കിട്ടും കൂലി. പിശുക്ക്, വാപ്പയുടെ മാതൃകയിലാ മോൻ പിശുക്ക് കാണിക്കുന്നത്, വാപ്പ കാണിച്ചു കൊടുത്തതാ. വാപ്പ അരക്കനായിരുന്നു, അതുകൊണ്ട് തന്നെ മകൻ മുറിഞ്ഞെടുത്ത് ഉപ്പു തേക്കാത്ത ഏറ്റവും വലിയ ബഖീലായി, ലുബ്ധനായി വളർന്നു. അപ്പൊ അതിന് മകൻ ലുബ്ധ കാണിക്കുന്നതിന് വാപ്പാക്കും കിട്ടണം. കാരണം ഇവിടെ മാതൃകയുണ്ട്. അതാണ് വാപ്പ ധർമ്മിഷ്ഠനാണെങ്കിൽ മകൻ ധർമ്മം ചെയ്യുമ്പോൾ കൂലിയും കിട്ടാൻ കാരണം. അവിടെ മാതൃകയുണ്ട് എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ മക്കളുണ്ടാവുക എന്ന് പറയുന്നത്, നല്ല മക്കളുണ്ടാവുക, നല്ല സ്വത്തുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആഖിറത്തിലേക്കും പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ അതൊക്കെ മക്കൾ ചെലവാക്കിയെങ്കിലല്ലേ ഉള്ളൂ, വാപ്പാനെ പറ്റി ഓർത്തെങ്കിലല്ലേ ഉള്ളൂ, ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ് ഒരു 10 രൂപ വാപ്പാക്കും വേണ്ടി കൊടുത്തെങ്കിലല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ വകയായിട്ട് നിങ്ങൾ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. അതാണ് വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അത് നഷ്ടപ്പെടുത്തണ്ട, അത് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റേത് സെറ്റപ്പ് ആക്കണ്ട. സ്വത്തുമക്കളെ അത് സെറ്റപ്പ് ആക്കാനുള്ള ശ്രമം ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി. ജുമുഅ ബാത്തിലാക്കിക്കൊണ്ട്, ജുമുഅ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യണ്ട, നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യണ്ട. അങ്ങനെ കച്ചവടം ചെയ്തുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഉപകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടൂല എന്നുറപ്പുള്ള ആ സുഹൃതങ്ങൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഈ പഠിപ്പിച്ചതിന്റെ തത്വം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്നല്ല, മറിച്ച് മക്കളും സമ്പത്തും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. ഭൗതിക ജീവിതം അത് അലങ്കാരമുള്ളതാവണമെങ്കിൽ, അത് രസമുള്ളതാവണമെങ്കിൽ അതിന് സമ്പത്തും വേണം, മക്കളും വേണം. നല്ല സമ്പത്തും നല്ല മക്കളും വേണം, എങ്കിൽ അത് ആഖിറത്തിലേക്കും കൂടെ പ്രതീക്ഷയുള്ളതുമാണ്. അള്ളാഹു അത്തരത്തിലുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റിത്തരട്ടെ. ഇതില്ലെങ്കിൽ എന്താ കുഴപ്പം? മക്കളോടുള്ള വാത്സല്യം കാരണം മാതാപിതാക്കൾ പിഴക്കുമെന്ന് ഇമാം റാസി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എത്ര കാണുന്നു എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വാപ്പയെ കുറിച്ച് എനിക്കറിയാം. ആ വാപ്പ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അയാളുടെ രക്തം തിളക്കുമായിരുന്നു. അയാൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. വ്യതിയാന ചിന്താഗതികൾ എന്ന കക്ഷികാന്ത എതിർക്കുമായിരുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ മകൻ ഗൾഫിൽ പോയി. ഇവിടെ നിന്ന് പോകുമ്പോ ബദർബൈത്തും മങ്കൂസ് മൗലിദും ഒക്കെ ചൊല്ലിയിട്ടാ പോയത്. തിരിച്ചു വരുമ്പോ വിദേഹത്തുകാരനായി തിരിച്ചു വന്നു. മകൻ നാട്ടിൽ സജീവമായിട്ട് വ്യതിയാന ചിന്താഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് വാപ്പയുടെ ആ കർശനമായ നിലപാടിൽ അയത്തം കുടുങ്ങി. വാപ്പ ഇങ്ങനെ അയഞ്ഞു. വാപ്പായോട് ചോദിച്ചു, എന്താ വാപ്പ നിങ്ങളിങ്ങനെ? പഴയ കാലത്ത് ആ ഊക്കൊന്നും ഇപ്പൊ ഇല്ലല്ലോ, നിങ്ങൾക്ക് ആ തീവ്രതയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. വാപ്പായുടെ മറുപടി, ഞാൻ ഇന്നും സുന്നി തന്നെയാണ്. എനിക്ക് സുന്നി എന്റെ ജീവന്റെ ജീവനാണ്. പക്ഷേ എന്റെ മോൻ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ വീട്ടിലെ ചെലവ് കിടക്കുന്നത് മോന്റെ മണിപ്പഴിസെന്നാകുമ്പോ ഉസ്താദെ തുറന്നു പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. കണ്ട നിങ്ങൾ, ഇമാം റാസിയുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. നമ്മുടെ മക്കളെയോ അള്ളാഹു നന്നാക്കി തരട്ടെ. ഇമാം റാസി പറഞ്ഞത് എങ്ങനെയുണ്ട്? മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹം കൂടുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളായതൊക്കെ തീർച്ചയായും സംഭവിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു തഗാബുൻ ഓരോന്നെടുത്ത് പറയാനുള്ള സമയം നമുക്ക് ആകെ 2 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ പറയാൻ പറ്റുന്നതേ പറയാൻ പറ്റൂ. മാതാപിതാക്കള്, ആ മാതാപിതാക്കളും മക്കള് നിങ്ങളുടെ ഭാര്യമാര്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാ നിലക്കും ഹൈറാണെന്ന് കരുതണ്ട. ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. ഖുർആൻ പറയുന്നത് സൂറത്തു തഗാബുനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. എന്താ പടച്ച റബ്ബ് പറയുന്നത്? സൂറത്തു തഗാബുനിൽ അള്ളാഹു പറയുന്നു, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ, നിങ്ങളുടെ മക്കളിൽ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും, നിങ്ങളുടെ ഇണകളിലും മക്കളിലും, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ കരുതിയിരിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ, അവരെ നിങ്ങൾ കരുതിയിരിക്കണേ. നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. സൂറത്തു തഗാബുൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സൂറത്തു തഗാബുൻ 14. അല്ലാഹു പറഞ്ഞു. എത്ര ഭംഗിയുള്ള പ്രഖ്യാപനമാണതൊക്കെ. നമ്മളെയൊക്കെ ഇരുത്തി ആലോചിപ്പിക്കേണ്ട സംഗതിയല്ലേ. നമ്മളെ മക്കളെ കൂട്ടത്തിൽ നമുക്ക് ശത്രുക്കളുണ്ട്, നമ്മളെ പേപ്പിക്കുന്ന ശത്രുക്കള്. അതായത് നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ. മക്കളെ മര്യാദക്ക് വളർത്തിയെടുത്തില്ലെങ്കിൽ ഈ മക്കള് കാരണം നമ്മൾ നരകാവകാശികളായിത്തീരും. ഈ മക്കള് നമ്മെ നരകത്തിലേക്ക് നയിക്കും. നരകത്തിലേക്ക് വരെ നമ്മളെ വലിച്ചെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എത്ര തന്നെ നമ്മുടെ കരളിന്റെ കഷ്ടങ്ങളാണെന്ന് കരുതിയാലും ഈ കെട്ടിയോളും കുട്ടികളും നമ്മുടെ ശത്രുക്കളല്ലേ? അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ കെട്ടിയോനും കുട്ടികളും നിങ്ങളുടെ ശത്രുക്കളല്ലേ? അള്ളാഹു പറഞ്ഞു, ഭർത്താക്കന്മാരിലും ഭാര്യമാരിലും ഇണകളിലും മക്കളിലും. അത് ആണാവുമ്പോ പെണ്ണുമാവും, പെണ്ണാവുമ്പോ ആണുമാവും. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. കരുതിയിരിക്കണം. നിങ്ങളുടെ പുതിയാപ്ലമാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ആൺമക്കളിലും പെൺമക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എത്ര ശരിയായി പറഞ്ഞത്. 30 വയസ്സുള്ള മോന് തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് 1 ജുസു ഖുർആൻ ഓതി സ്വലാത്തും ചൊല്ലി എന്തൊരു മട്ടമുള്ള ജീവിതം. തൊട്ടടുത്ത റൂമിലുണ്ട് ഒരുത്തൻ കിടത്തുറങ്ങുന്നു, ഒരുത്തിയും കിടത്തുറങ്ങുന്നുണ്ട്. ഉറങ്ങുന്നു. അവർ 8 മണിക്ക് എഴുന്നേൽക്കൂന്നറിയാം. സുബഹി ഖളാക്കി കിടന്നുറങ്ങുക. ആ വാതിൽ നിന്ന് മുട്ടിയിട്ട് മോനെ സുബഹിയായി എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് പറയാനുള്ള വോയിസ് വാപ്പാക്കില്ലാതെ പോയാൽ ഇതിന്റെ പേരെന്താണ്? സ്വയം ഇരുന്ന് ആലോചിക്കേണ്ട സംഗതിയാണ്. ചെറിയ കുട്ടിയല്ല. ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയോടുള്ള ബാധ്യതകളെ കുറിച്ച്
ഞാൻ പറഞ്ഞു ചെറിയ രൂപത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് നമുക്ക് എണ്ണാം. ഇതന്നെ നമുക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞത്. 80 വയസ്സ് കഴിഞ്ഞിട്ടൊരു ഉപ്പാനെ, അതുവരെ ഹറാമ് തിന്നാതെ സൂക്ഷിച്ച് ജീവിച്ച ഉപ്പാനെ ഹറാമ് മേൽക്കുമേൽ വലിച്ചിട്ട് തീറ്റിച്ചു എന്ന് പറഞ്ഞു. ഇന്ന മിന്ന സുവാജിക്കും ഔലാദിക്കും അദുവല്ലക്കും ഫഹ്ദറൂഹും. ആ ഉപ്പ മുഖാമുഖം ഇങ്ങനെ കാണുകയാണ്. അദുവല്ലക്കും ഫഹ്ദറൂഹും. വാപ്പാനെ അതിരറ്റ് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മോൻ, വാപ്പ കുഞ്ഞുമോനെ എന്ന് സ്നേഹിച്ച് വിളിക്കുന്ന മോൻ, രണ്ടാളും സ്നേഹത്തോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധനം. വാപ്പ മരിച്ചാൽ കണ്ണീരൊലിപ്പിച്ച് കരയുന്ന മോന്, വാപ്പ ഒന്ന് കുഴഞ്ഞു വീഴുമ്പോഴേക്ക് തളർന്നു വീഴുന്ന മോന്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഖുർആനിന്റെ ഭാഷ, ഇവൻ നിങ്ങളുടെ ശത്രുവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഭാര്യയോട് സ്നേഹം മൂത്ത് അത് ഭ്രമമായി മാറിയാൽ, ആ ഭാര്യ ഔറത്ത് മറച്ചില്ലെങ്കിൽ അവളോട് നാണം മറക്കടി എന്ന് പറയാനുള്ള വോയിസ് നമുക്കില്ലാതെ പോകരുത്. ആ ഭാര്യ ഇസ്ലാമിന് പൊരുത്തല്ലാത്തത്, പടച്ചോനും റസൂലിനും പൊരുത്തല്ലാത്ത വഴികളിലൂടെ നീങ്ങുമ്പോ അത് പറയാനുള്ള ബോധം നമുക്കുണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്നേഹമല്ല, ഭ്രമിക്കുകയാണ്. സ്നേഹം ഭ്രമമായി ആ സ്നേഹത്തിന്റെ അതിർവരമ്പുകളെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. നോക്ക് നിങ്ങൾ എത്ര ഉദാഹരണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഇന്നും അദ്ദേഹം ഗൾഫിൽ പ്രവാസിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം കല്യാണം കഴിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തിയമാഴത്തിൽ നല്ല മുറിഞ്ഞ നിലപാടുള്ള സഹോദരൻ. കല്യാണം കഴിക്കാൻ നേരത്തെ ഒരു വ്യതിയാന ചിന്താഗതിക്കാരിയെ കല്യാണം കഴിക്കുമ്പോൾ നമ്മളതിനെ വിമർശിച്ചപ്പോൾ അന്ന് അയാൾ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾക്കുണ്ടോ കാറ്റ്? ഞാൻ എങ്ങനെയാ ഒരു പെണ്ണ് കെട്ടി എന്ന് കരുതി ആ പെണ്ണിന്റെ കൂടെ അങ്ങ് പോകുമോ? ഉസ്താദേ, സത്യമാണ്, എന്റെ പെണ്ണിനെ ഞാൻ എന്റെ സംസ്കാരത്തിലേക്കും പ്രസ്ഥാനത്തിലേക്കും കൊണ്ടുവരും. അയാൾ വീമ്പളക്കി പറഞ്ഞതാണ്, വീമ്പോടെ പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് അയാൾ ഒരു പക്ക ബിദ്അത്തുകാരനായി മാറി. കണ്ടു ചോദിച്ചു, മറുപടി ഇത് തന്നെയാണ്. അമ്മോഷനും അളിയന്മാരും ഒക്കെ അങ്ങനെ ആകുമ്പോ എനിക്ക് ഒരു പരിധിയുണ്ട് ഉസ്താദേ. കണ്ട നിങ്ങൾ, ഇന്ന മിന്ന സുവാജിക്കും ഔലാദിക്കും അദുവല്ലക്കും ഫഹ്ദറൂഹും, സൂറത്തു തഗാബുൻ അല്ലാഹു പറയുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ നീങ്ങാൻ പറ്റുള്ളൂ. മക്കളോടുള്ള ബാധ്യതകൾ സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മക്കളോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. എങ്കിൽ നമ്പറിട്ട് പഠിപ്പിച്ച ബാധ്യതകൾ ഏതാനും ചില ബാധ്യതകൾ എണ്ണാം. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെയുള്ള സമയം 2 മണിക്കൂർ സമയമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സമയത്തിനുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് സംസാരിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ എണ്ണാം. എല്ലാം കൂടെ പറയാനുള്ള സമയം ഇവിടെ ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കളോട് മാതാപിതാക്കളുടെ ബാധ്യത, പ്രത്യേകിച്ച് പിതാവിന്റെ ബാധ്യത. നബിതങ്ങൾ പറഞ്ഞു, ഏതൊരു ഉമ്മയിലാണ് ഈ കുട്ടി ജനിക്കേണ്ടതെന്ന് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് തീരുമാനിക്കേണ്ടത് മകനോടുള്ള ബാധ്യതയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത്രമാത്രം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത, ഇത്രമാത്രം ശ്രദ്ധിച്ച് നാക്കുവെച്ച് ആരുറപ്പുള്ള സാരോപദേശങ്ങൾ ഉമ്മത്തിന് കൈമാറിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ മഹാനാണ്. ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. നബി പറയാൻ, ഒരു മകനോടുള്ള ബാധ്യത എന്താണ് എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഒന്ന്, അവന്റെ ഉമ്മാനെ നല്ലവളാക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി ഉമ്മാനെ നന്നാക്കണം. അതെന്തിനാ? ഉമ്മ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഒന്നാമത്തെ പാഠശാലയാ. ഉമ്മ നന്നായെങ്കിലേ മക്കള് നന്നാവുള്ളൂ. അപ്പൊ എന്റെ മക്കള് നന്നാവണം എന്നുള്ള ബോധം എനിക്ക് എന്ന് വേണം. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായാ പോരാ, മക്കൾ ഉണ്ടായിട്ടുണ്ടായാ പോരാ, കല്യാണം ആലോചിക്കുമ്പോൾ ഉണ്ടാകണം. എനിക്ക് ഈ പെണ്ണിൽ ജനിക്കാൻ പോകുന്ന മക്കളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പെണ്ണാണോ ഇവള്? മതബോധമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇതാണ് നബി തങ്ങൾ എന്ന് ഉപദേശിച്ചത്. മതമുള്ളവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത്. ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മാനെ നന്നാക്കണം. ഒരു ബാധ്യതയാണോ? ഉമ്മാനെ സെലക്ട് ചെയ്തെടുക്കണം, നല്ല ഒരു ഉമ്മാനെ തെരഞ്ഞെടുക്കണം. അത് മകനോട് ചെയ്യേണ്ട ബാധ്യതയാണ്. എന്താ കാരണം? അതൊരു തറവാട്ടുകാരിയാകുക, ദീനുള്ള ഒരു പെണ്ണാവുക,
തേവിടിശി അല്ലാതിരിക്കുക. അങ്ങനെയൊക്കെ ആയാൽ നാട്ടിൽ നിന്ന് ആ പേര് പോകൂല. കുട്ടി എത്ര വളർന്ന് വലുതായാലും, കുട്ടി എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും അവസാനവും പറയും എന്ത്, ആളെത്ര ഉഷാറാണെങ്കിലും മറ്റോളെ മകനല്ലേ എന്ന് പറയും. അത് പറയിപ്പിക്കരുത് വാപ്പാ നിങ്ങള്. ഉമ്മാനെ നന്നാക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത്, മതബോധമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക, തറവാടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞത് തനിക്കതിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടുള്ള ബാധ്യതയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളോട് ബാധ്യതയുണ്ട്. അതേതാ? നല്ലൊരു പെണ്ണ് കിട്ടുക. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പറയുന്നില്ല. അത് വൈവാഹികം എന്ന ഒരു വിഷയം ഇവിടെ നേരത്തെ കഴിഞ്ഞു പോയതാ. വീട്, വിവാഹം ഇതൊക്കെ കഴിഞ്ഞു പോയതാ. അപ്പൊ വിവാഹം പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയുള്ള പെണ്ണാണ് കല്യാണം കഴിക്കേണ്ടത്? നല്ല പെണ്ണിനെ കല്യാണം കഴിക്കണം. പിന്നീട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പാഠം, നല്ല പേരിടണം കുഞ്ഞിന്. നല്ല പേരിടണം, നല്ല പേര് വിളിക്കണം കുഞ്ഞിന്. ഓമനപ്പേരും പേരും നന്നാവണം. പേര് മാത്രം നന്നായാൽ പോരാ, ഓമനപ്പേരും നന്നാവണം, വിളിപ്പേരും നന്നാവണം, പേരും നന്നാവണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ല പേരുകളെ ഇഷ്ടപ്പെട്ടിരുന്നു, ചീത്ത പേരുകൾ നബി തങ്ങൾ മാറ്റിയിരുന്നു. ചീത്തയായ അർത്ഥമുള്ള പേരുകളാണോ അത് മാറ്റിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, നിന്റെ പേര് അതല്ല, ഇന്നു മുതൽ ഇന്നതാണ് നിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിക്കൊടുത്തിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങള് അബ്ദുള്ളയും അബ്ദുറഹ്മാനും അമ്പിയാക്കളുടെ പേരും സ്വഹാബത്തിന്റെ പേരും അതിൽ നിന്നൊക്കെ മാറി എത്രയോ അകലെയാണ് മുഅ്മിനീങ്ങൾ ഉള്ളത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് വെറും പാശ്ചാത്യൻ അനുകരണത്തില് എല്ലാം മുസ്ലിമീങ്ങൾ ഇന്ന് മറന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മോഡേൺ യുഗത്തിൽ ജീവിക്കുന്ന നമ്മള്, പേര് മോഡേൺ ആവാം, പക്ഷേ സംസ്കാരം കളഞ്ഞു കുളിക്കരുത്. പേരിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം? നല്ല അർത്ഥമുള്ള പേരായിരിക്കുക. അർത്ഥം ഇല്ലാത്ത പേരാണെങ്കിലും കുഴപ്പമില്ല, ചീത്ത അർത്ഥമുള്ള പേരെന്തായാലും ആവാതിരിക്കുക. ഇപ്പൊ ഇന്ന് അധികം ആളുകളുടെ പേരിന്റെ അർത്ഥം ചോദിച്ചാൽ അതിന് ഒരർത്ഥം ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിന്റെ കോലം. കാരണം പലപ്പോഴും ആളുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ഇന്ന പേരിന്റെ അർത്ഥം എന്താണ്, എങ്ങനെയാ പറയാ? കാരണം അറബിയിൽ അങ്ങനെ ഒരു വാക്കുണ്ടാകൂല, വേറെ ഏതോ ഭാഷയിൽ ഉണ്ടാവൂല. ഒരു ശബ്ദമായിരിക്കും, ഒരു ശബ്ദം, ഒരൊച്ച, അത്ര മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇന്ന് പേരുകൾ ഇടുന്നത്. കേൾക്കാൻ അഴകുണ്ടാവണം എന്ന ഒരു ചുറ്റുപാട് മാത്രം ഇപ്പോഴും ഉണ്ട്. നല്ല പേരുകൾ സ്വീകരിക്കുന്ന ആളുകൾ, മക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടാൻ മടിക്കാത്ത ഉമ്മമാരും ഉപ്പമാരും ഇന്നുണ്ട്. ആയിഷ എന്ന് പേര് വെക്കാൻ മടിക്കാത്ത ഉമ്മമാരും ഉപ്പമാരും ഇന്നുണ്ട്. നല്ല നല്ല പേരുകൾ ബദരീങ്ങളുടെയും മുഹദീങ്ങളുടെയും പേര് വെക്കുന്നവരുണ്ട്. അതൊക്കെ ആണേന്ന് കേട്ടാൽ അറപ്പും വെറുപ്പും ഉള്ളവര് അവരും കൂട്ടത്തിലുണ്ട്. ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഒരു പെൺകൊച്ച്, അതിനൊരു പേര് വേണം. എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹത്തിന് എല്ലുകൊണ്ട് തുടങ്ങണം. അങ്ങനെയൊക്കെ ഓരോരോ അഭിരുചി ഉണ്ടാവും. എല്ലുകൊണ്ട് തുടങ്ങണം. ഞാൻ പറഞ്ഞു എല്ലുകൊണ്ട് തുടങ്ങാം. ഞാൻ ആലോചിച്ചപ്പോ എന്റെ നാക്കിൽ അപ്പൊ പെട്ടെന്ന് വന്നതാണ് ലുബാബ എന്ന പേര്. ഞാൻ ഉടനെ തന്നെ ആ പേര് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചപ്പോ അദ്ദേഹത്തിന് അത് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പാത്തുമ്മയും ആയിഷയും അതൊന്നും ആകരുത്, പഴയ പേരുകളൊന്നും ആവരുത്, ഒരു പുതിയ പേരാവണം. ലുബാബ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അയാളത് ഇട്ടു. കുറെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കണ്ടു. എന്താ കുഞ്ഞിന്റെ വർത്താനം എന്നൊക്കെ ചോദിച്ചപ്പോൾ റാഹത്താണ്, സന്തോഷാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എന്നാ പേരിട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി. ഞാൻ പറഞ്ഞു ലുബാബ, അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ പേരാണ്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ പേരാണ് ലുബാബ. അത് കേട്ടപ്പോൾ ഇയാൾ ചോദിച്ചേ ഓരോ പേരാണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ ഞാൻ ആദ്യം ഡൂലായിരുന്നു, ഓരോ പേരാണെങ്കിൽ ആദ്യം ഡൂലായിരുന്നു, കുറെ പഴക്കമുള്ള ഒരു പേരാണെങ്കിൽ എനിക്ക് വേണ്ടാന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു സഹാബിയത്തിന്റെ പേരാന്ന് കേട്ടതോടുകൂടെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. എത്ര അങ്ങോട്ടൊന്നും കടക്കാതിരിക്കുക എന്നല്ല. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് വളരെ വൃത്തികെട്ട പേരുകൾ അല്ലേ? അടുത്ത കാലത്ത് വരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന പേരുകളാണ് ഫാത്തിമ, ബാസൂർ പോലെയുള്ള പേരുകളൊക്കെ. ബാസൂർ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അർത്ഥമാണ് അതിനുള്ളത്, വളരെ മോശപ്പെട്ട അർത്ഥമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ബാസൂർ എന്ന് പറഞ്ഞതിന്റെ നേരെ അർത്ഥം മൂലക്കുരു എന്നാണ്. അത്രയും മോശപ്പെട്ട ഒരു പേര്, പക്ഷെ കേൾക്കാൻ അതൊരു സുഖം തോന്നുകയാണ് ആ പദത്തിൽ. അങ്ങനെയാണ് ആ പേര് വെച്ച്. ഇങ്ങനെ എത്ര എത്ര പേരുകൾ.
അത് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് മദ്രസയിൽ ചേർത്താൻ സമയത്ത് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ മാറ്റും, ചിലർ അപ്പോഴും മാറ്റാൻ തയ്യാറാവൂല. കാരണം ഖിറദത്ത് എന്നൊരു കുട്ടിക്ക് പേരിട്ടു. ഖിറദ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് നിർബന്ധിച്ചു പേര് മാറ്റണം. ഖിറദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊരങ്ങത്തി എന്നാണ്. ഈ പേര് നിങ്ങൾക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോ നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഉസ്താദെ പേരിട്ടത്, അതൊരു നല്ലൊരു പദം കണ്ടപ്പാണ്ട് ഇട്ടതാണ്, ഖിറദ എന്നൊരു പേരിട്ടതാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ പേര് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പേര് മാറ്റാം. നിങ്ങൾക്ക് മദ്രസയിലെ ഹാജർ പട്ടികയിൽ എന്തും വേണമെങ്കിൽ മാറ്റിയിടാ, എന്റെ കുട്ടിയുടെ പേര് അത് തന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, മക്കളെ പേര് നന്നാക്കുക എന്നത് മക്കളോട് നാം കാണിക്കുന്ന ഒരു വലിയ മര്യാദയാണ്, മക്കളോട് കാണിക്കേണ്ട ഒരു ബാധ്യതയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന അദബഹു വ യുഹ്സിന ഇസ്മഹു. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു രക്ഷിതാവിന് കുഞ്ഞിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്, ഇത് മാത്രമാണ് ബാധ്യത എന്നല്ലട്ടോ, ബാധ്യതയിൽപ്പെട്ടതാണ് അൻ യുഹ്സിന അദബഹു, ആ കുഞ്ഞിന് നല്ല മര്യാദ പഠിപ്പിക്കുക, കുഞ്ഞിന് സംസ്കാരം പഠിപ്പിക്കുക, കൾച്ചർ പഠിപ്പിക്കുക, കുഞ്ഞിന് നല്ല പേരിടുക. ഇത് രണ്ടും രക്ഷിതാവിന് മകളോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. നമുക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. ഈ കൂട്ടത്തിൽ തന്നെ എത്ര ആളുകൾ ഇന്ന് അദബ് പഠിപ്പിക്കുന്നുണ്ട്? മദ്രസയിൽ തീരെ മക്കളെ അയക്കാത്ത ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രം മതി എന്ന് ആലോചിക്കുന്നവരുണ്ട്. മദ്രസാ വിദ്യാഭ്യാസം സൈഡാക്കി കളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങോട്ടെത്തിക്കുമെന്ന് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണേണ്ട കുറെ സംഗതികളുണ്ട്. മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അത് ജനമനസ്സുകളിൽ നിന്ന് പാടെ പിഴുതെറിയപ്പെടുന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയ സംസ്കാരത്തിൽ ചിലപ്പോൾ സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും ഒക്കെ അതിനെതിരുണ്ടാകും, എന്നോട് നല്ല വിമർശനമുള്ളവരുണ്ടാകും. പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയാം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ കുറഞ്ഞ സ്കൂളുകളിൽ മാത്രമാണ് മര്യാദക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നത്. എന്നോടൊരു മുഫദ്ദിസ് വളരെ വേദനയോടുകൂടെ പറഞ്ഞു, കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ഇങ്ങനെ കറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ആകെ 2 സ്കൂളുകളിലെ കുട്ടികൾ മാത്രമാണ് മര്യാദക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നത്. ഒന്ന്, അന്ന് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ, മറ്റുള്ളതൊക്കെ മോശമാണെന്നല്ല പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. ഒന്ന് വാഴക്കാട് ജലാലിയ, രണ്ടാമത്തത് കീഴ്ശ്ശേരിയിലെ ഇസ്സത്ത് സ്കൂൾ. ഇത് രണ്ടും പറഞ്ഞു. ഇത് അനുഭവത്തിൽ പറയാണെന്ന് പറഞ്ഞു അദ്ദേഹം. കാരണം ഈ പീരീഡിനിടയിൽ പഴയ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ ശിഷ്ടത ആദ്യം ഖുർആനോത്ത അല്ലെ, നമ്മൾ ആ പഴയ കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരും ഒരല്പം ഖുർആനോദണം, എന്നിട്ട് അതിൽ വരുന്ന തെറ്റുകളും പിഴകളും ഉസ്താദ് ശരിക്ക് ചുണ്ട് പിടിച്ച് നാക്ക് പിടിച്ച് നേരെയാക്കി തന്ന ഒരു കാലഘട്ടം. ഉസ്താദ് ഇങ്ങനെ നാക്കും ചുണ്ടും ഒക്കെ കൃത്യമായി വെക്കുന്നത് നമ്മൾ നോക്കി അതിനനുസരിച്ച് അനുകരിച്ച് ഓതിയിരുന്ന ഒരു കാലം. ഇത് നഷ്ടപ്പെടുകയാണ്. ഖുർആൻ ഓതാൻ കഴിയാത്ത മക്കളിലേക്കാണ് കാലം പോകുന്നത്. അള്ളാഹു കാക്കട്ടെ. ഞാൻ പറയുന്നത് ഇതെന്താ, ഇംഗ്ലീഷ് മീഡിയങ്ങൾ അവസാനിപ്പിക്കലല്ല ഇതിനുള്ള പരിഹാരങ്ങൾ, മറിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഒന്നും കൂടെ കണ്ണു തുറന്നിട്ട് മദ്രസാ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മുസ്ലിമീങ്ങൾ നടത്തുന്നിടത്ത് അതിന് പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ. ഖുർആൻ മര്യാദ കോതി പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ സംഗതി അപകടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, അദബ് പഠിപ്പിക്കണം. ആ അദബ് പഠിപ്പിക്കുന്നത് മദ്രസയിലും സ്കൂളിലും അയച്ചിട്ട് മാത്രോ അല്ല, ഒരു ഉമ്മ ഒന്നാമത്തെ വിദ്യാലയമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹിയുടെ വാക്കാണ്, അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗ്ഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ്. ഇതെന്തിനാ അവിടെ ഓതിയത് എന്ന് സംശയിക്കുന്ന ഉമ്മമാരുണ്ടാകും ഒരു പക്ഷേ. അല്ലെ, ഇത് മാതാപിതാക്കൾ എന്ന വിഷയത്തിലല്ലേ ഓതേണ്ടത്? അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മക്കളുടെ കാര്യത്തിൽ എന്തിനാ അത് പറയുന്നത്? മക്കള് മാതാപിതാക്കളെ അംഗീകരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അനുസരിക്കണമെന്നും പറയുമ്പോഴല്ലേ ഈ ഹദീസ് ഓതേണ്ടതുള്ളൂ എന്ന് സംശയിക്കുന്ന ഉമ്മമാരൊരു പക്ഷേ ഉണ്ടായേക്കാം, സഹോദരന്മാരും ഉണ്ടായേക്കാം. ആലിമീങ്ങൾ നേരത്തെ അത് പഠിച്ചവരാണ്, അവർക്കറിയാം. ഞാൻ ആ ഓതിയത് ഈ ഹദീസിന് 2 അർത്ഥ സാധ്യതകളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹദീസ് ഓതൽ എന്തിനാണെന്നറിയോ? എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഹദീസ് ഓതൽ, ഉപ്പമാരെ, നമ്മൾ സാധാരണ ഈ ഹദീസ് ഓതൽ എന്തിനാ? ഇതാ മോനെ, കുരുത്തക്കേട് കാട്ടരുത്, ഉമ്മയും ബാപ്പയും പറഞ്ഞത് കേട്ട് നടന്നോ, ഉമ്മാന്റെ കാൽക്കീലാട്ടോ സ്വർഗം, ഉമ്മ പറഞ്ഞത് കേട്ടോ മോനെ, ഇത് പറയാനാണ് തോതല്. ഇതിന് മാത്രമല്ല ഈ ഹദീസ് പറ്റുക.
ഈ ഹദീസ് ഇതിന് മാത്രമല്ല പറ്റുക, പിന്നെന്താ? മോനെ ബന്ധുള്ള റൂമിലേക്ക് അടച്ചിട്ട് പൂട്ടിയിട്ട്, അല്ലെങ്കിൽ മോനെയും കൂടെ മടിയിലിരുത്തിയിട്ട് ഈ സീരിയലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളുടെ എപ്പിസോഡുകളും ഒക്കെ കണ്ട് സമയം തൊലക്കുന്ന പെണ്ണിനോട് ആ പെണ്ണിന്റെ മടിയിലിരുന്നിട്ട് മോന് തിരിച്ചോതാൻ പറ്റിയ ഹദീസാണിത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മ, സ്വർഗം ഉമ്മാന്റെ കാൽ കീഴിലാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഉമ്മേ, എനിക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ ഒരു തള്ളയായി തരുവോ, അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. എനിക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ ഒരു തള്ളയായിട്ട് എൻ്റെ ഉമ്മാക്ക് മാറാൻ പറ്റുമോ? ഉമ്മാന്റെ കാൽ കീഴിലാ സ്വർഗം. ഉമ്മ നന്നായെങ്കിലേ മക്കള് നന്നാവുള്ളൂ. ഉമ്മാന്റെ കാൽ കീഴിലാ സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മ മക്കൾക്ക് സ്വർഗം പണിയേണ്ടവളാണ്. ഈ ഒരു അർത്ഥമുണ്ട്. ഇതിനാണ് ഉമ്മാനെ നന്നാക്കണം എന്ന് ആദ്യമേ പറഞ്ഞത്. ഇതിനാണ് അദബ് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഉമ്മയിൽ നിന്ന് തുടങ്ങണം ഈ അദബിന്റെ ആദ്യ പാഠങ്ങള് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പ്രത്യേകം ഉണർത്താൻ കാരണം, ഉമ്മമാരെ, നിങ്ങൾ ദീനീ ചുറ്റുപാടിൽ ജീവിച്ചു മക്കൾക്ക് കാണിച്ചു കൊടുക്ക്. നേരും നിറയും നിറകേടും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. തെറ്റും ശരിയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ചെറുപ്പം മുതല് നിങ്ങളത് വിവേചിച്ചറിയുന്നവരായെങ്കിലേ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ല, ഒരു 1.5 മാസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും ഒരു ഉമ്മയുടെ അധോഗതി. അള്ളാഹു അത്തരം ഉമ്മമാരെ നമ്മുടെ വീടുകളിൽ അള്ളാഹു കാക്കട്ടെ. എന്തേ കാരണം? ഈ ഉമ്മ എന്നും മകളെ, 15 വയസ്സ് പ്രായം കഴിഞ്ഞ മകളെ വായിക്കാൻ ഏൽപ്പിച്ചിട്ട് ഉമ്മ എന്നും ടെറസിന്റെ മുകളിലേക്ക് പോകും കാറ്റുകൊള്ളാൻ എന്ന് പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ വായിച്ചു. നിങ്ങൾ വായിച്ചു തള്ളിയില്ലേ? മനസാക്ഷി മരവിക്കാത്തവര് വേദനിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വർത്തമാന കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നാണിക്കാത്ത, തലതാഴ്ത്താത്ത ആരെങ്കിലും ആ റിപ്പോർട്ട് വായിച്ചപ്പോഴുണ്ടോ? എന്നും കാറ്റുകൊള്ളാൻ എന്ന് പറഞ്ഞിട്ട് മുകളിൽ പോകും ഇശാ മഗ്‌രിബിനിടയിൽ. അപ്പൊ ഉമ്മായുടെ ഈ കാറ്റുകൊള്ളലൊന്ന് കാണാൻ വേണ്ടിയിട്ട് മോള് വെറുതെ വന്നിട്ട് കോണിപ്പടിയിലുള്ള മുകളിൽ, ടെറസിന്റെ മുകളിലുള്ള വാതിൽ പാളിയിലൂടെ വെറുതെ അങ്ങനെ എത്തി നോക്കുമ്പോ കുഞ്ഞ് കണ്ടത് തൊട്ടടുത്ത അയൽക്കാരന്റെ കൂടെ കാമലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മയെയാണ് കണ്ടത്. മോള് തരിച്ചുപോയി രംഗം കണ്ടിട്ട്. ഇതാണ് ഉമ്മ എന്നും കാറ്റുകൊള്ളുന്നത്. ഇറങ്ങിപ്പോന്നു. മനസ്സിൽ നീറ്റലോടെ ആ ഉമ്മയെ ചമ്മലോടെ അന്ന് അഭിമുഖീകരിച്ച് ഒന്നും പറയാൻ വയ്യല്ലോ, ഉമ്മയായി പോയല്ലോ. ഒന്നും പറയാൻ പറ്റാതെ ഈ കുഞ്ഞിങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ആരോടെങ്കിലും ഒക്കെ ഇത്തരം സംഗതികൾ ഉണ്ടായാൽ പറയാൻ ഞാൻ സഹിക്കൂല. തന്റെ സഹോദരിയോട്, സുഹൃത്തിനോട് വിവരം തുറന്നു പറഞ്ഞു. കൂടെ പഠിക്കുന്ന സഹോദരിയോട്, ഒരു അമുസ്ലിമായ സഹോദരിയോട് വിവരം തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു, മോളെ, നീ ഈ കാര്യം നിന്റെ ഉമ്മയോട് കണ്ടിട്ടുണ്ടെന്ന് തുറന്നു പറ. ഇനി ആവർത്തിച്ചാൽ ഉപ്പയോട് പറയുമെന്നും പറ, എങ്കിലേ നിന്റെ ഉമ്മ നന്നാവുള്ളൂ. അങ്ങനെ ധൈര്യം സംഭരിച്ച് മോൾ ആ കാര്യം പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നുകളയും ഉപ്പയോട് ഈ വിവരം പറഞ്ഞാല്. ഉമ്മയും പറഞ്ഞു. ആ വിവരവും തന്റെ സുഹൃത്തിനോട് കൈമാറി. ചെറിയ മോള്, കല്യാണപ്രായമെത്തി നിൽക്കുന്ന മോള്, 15 വയസ്സ് പ്രായം കഴിഞ്ഞ മോള് ആ വിവരവും തന്റെ സുഹൃത്തിന് കൈമാറി. അവളുടെ മനസ്സിൽ അതുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മോള് തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നത്. ഈ വാർത്ത പരന്നപ്പോ ഇവളുടെ സുഹൃത്തായ ഈ അമുസ്ലിമായ സഹോദരി പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരു വാക്ക് എന്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. അവളുടെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിരുന്നു. ഉമ്മാനെ പറ്റി പുറത്ത് പറഞ്ഞാൽ ഉമ്മ കൊന്നുകളയുമെന്നും പറഞ്ഞിരുന്നു. ഞാൻ സംശയിക്കുന്നത് ഉമ്മായുടെ കൈയായിരിക്കും, സ്വയം തൂങ്ങിയതായിരിക്കൂല. വിചാരണ നടത്തിയപ്പോ ഉമ്മ സമ്മതിക്കുകയാണ്. ഷാള് കഴുത്തിലിട്ട് മുറുക്കി, ഒരു തല കാമുകനും ഒരു തല 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച തള്ളയും പിടിച്ചു വലിച്ചിട്ടാണ് ഈ മോളെ കൊന്നത്. പോലീസിന് മൊഴി നൽകി. കാലം എവിടെ എത്തി? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മ മകൾക്ക് സ്വർഗം പണിയേണ്ടവളാണ്. എന്താണ് ഉമ്മമാർ ചെയ്യുന്നത്? ശരിക്കാലോചിക്കാം. ജീവിക്കുന്ന കാലഘട്ടത്തെ ബോധപൂർവം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നിങ്ങൾ നിരീക്ഷിക്കണം. പോരാ, തിരുത്തിന് തയ്യാറാവണം. ജീവിതം സ്വയം തിരുത്താൻ തയ്യാറാവണം. എങ്കിലേ നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ. അപ്പൊ അദബിന്റെ ആദ്യ പാഠങ്ങൾ നേടിയിരിക്കേണ്ടത്, ബാലപാഠങ്ങൾ നേടിയിരിക്കേണ്ടത് ഉമ്മയുടെ ചുണ്ടുകളിൽ നിന്നാണ്, ഉമ്മയുടെ കാൽപ്പാടുകളിൽ നിന്നാണ്, ഉമ്മയുടെ അനക്കങ്ങളിൽ നിന്നും അടക്കങ്ങളിൽ നിന്നുമാണ് കുഞ്ഞ് സംസ്കാരം പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഉപ്പയുടെയും. രണ്ടാളും കൂടെ ഒരുമിച്ച് നന്നാവണം. ഈ ഒരു നല്ല അവസ്ഥ നമ്മുടെ നാട്ടിലും വീട്ടിലും അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നൽകട്ടെ. നല്ല മക്കളെ നൽകി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ അദബ് പഠിപ്പിക്കണം, പേര് നന്നാക്കണം, ഉമ്മാനെ നന്നാക്കണം.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും പറയുന്ന, പ്രസവിച്ച കുഞ്ഞിന് വേണ്ടിയിട്ട് അഖീഖത്ത് അറുക്കണം, മുടി കളയണം. 7-ാം ദിവസം മുടി കളയണം, പേരിടണം എന്ന് പറഞ്ഞു. പേരിട്ട് പിന്നെ മുടി കളയണം, അഖീഖത്ത് അറുക്കണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ആദ്യം പേരിടുക, എന്നിട്ട് അഖീഖത്ത് അറുക്കുക, അത് കഴിഞ്ഞിട്ട് മുടി കളയുക. അതാണ് അതിന്റെ തർത്തീബ്, അതിന്റെ ഓർഡർ. ആദ്യം പേരിടുക, അത് കഴിഞ്ഞിട്ട് ഉരുവിനെ അറുക്കുക, അഖീഖത്ത് അറുക്കുന്നുണ്ടെങ്കിൽ അത് അറുക്കുക, അത് കഴിഞ്ഞിട്ട് മുടിയും കളയുക. സാധാരണ ആ തർത്തീബും തെറ്റിച്ചുകൊണ്ടാണ്, സുന്നത്തും തെറ്റിച്ചുകൊണ്ടാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അതൊന്ന് പറയാൻ കാരണം ഉരുവിന്റെ കഴുത്തിൽ അവിടെ കത്തി വെക്കുമ്പോൾ അവിടെ റെഡിയാണോ എന്ന് വെച്ചിട്ട് വെടി അവിടെയും കൂടി ഒപ്പണ്ട് ഒരു വെപ്പ്. അത് സാധാരണ ചില സ്ഥലത്തൊക്കെ കണ്ടുവരുന്നതാ. അവിടെ റെഡിയല്ലേ എന്ന് വെക്കും. എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തലയിലും കത്തി വെക്കുന്നത് കാലിയുടെ കഴുത്തിലും കത്തി വെക്കുന്നത് ഒരുമിച്ചാവണം. അത് സുന്നത്തിനെതിരാണ്. എവിടെന്നോ കടന്നു വന്ന ഒരു അന്ധവിശ്വാസമാണ്. ശരിക്കുള്ളത് ആദ്യം പേരിടുക, പിന്നെ അറക്കുക. അറവ് പൂർത്തിയായതിന്റെ ശേഷമാണ് മുടി കളയുന്നത്. ഏതെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടാവും, നാട്ടിലെ കാരണവന്മാരാണ് ഈ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ പോവുക. എന്നിട്ട് ഒരിക്കലും അവിടെ മേലെ പറമ്പെന്ന് വിളിച്ചു വയ്ക്കരുത്, അവിടെ റെഡിയാണോ ഇവിടെ റെഡിയാണോ എന്നൊന്നും വിളിച്ചു വയ്ക്കണ്ട, അവിടെ പണി കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് വന്നാൽ. അപ്പൊ അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സുന്നത്ത് അങ്ങനെയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഫിഖ്ഹിന്റെ കിതാബുകളിലും അങ്ങനെയാണ്, ഹദീസിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഹദീസിലും ഉണ്ട്, ഫിഖ്ഹിന്റെ കിതാബിലും. ഹദീസിലുള്ളത് കൊണ്ടാണ് ഫിഖ്ഹിന്റെ കിതാബിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആ സംഗതിക്ക് വലിയ മഹത്വമുണ്ട്. ഇത് ഒന്നാമത്തെ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു മാമൂലായി ചെയ്താൽ മാത്രം പോലെ. അതിന് സുന്നത്ത് എന്നല്ല പറയാൻ, മാമൂല് എന്നാ പറയാ. ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ അഖീഖത്ത് അറുക്കും. രണ്ടാമത്തെ കുട്ടിക്ക് അഖീഖത്തൊന്നുമില്ല. കഴിവുള്ളവരും ചെയ്യണില്ല. കഴിവുള്ളവർക്കേ ആദ്യം തന്നെ സുന്നത്തുള്ളൂ. കഴിവുള്ളവർക്കേ അഖീഖത്ത് സുന്നത്തുള്ളൂ. കഴിവുള്ളവർ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറക്കണം. ഒരു കുഞ്ഞിന് മാത്രം പോരാ എന്നല്ല, കുഞ്ഞുങ്ങൾക്കിടയിലുള്ള നീതി പാലനത്തിന്റെ ചിത്രവും കൂടെയാണത്. മറ്റേത് അനീതിയായി പോകും. കഴിവുണ്ടായിട്ട് ഒരു കുഞ്ഞിന് മാത്രം അറക്കുക, ഒരു കുഞ്ഞിനെ അറക്കാതിരിക്കുക എന്നുള്ളത് അരുത്. കുഞ്ഞുങ്ങൾക്കിടയിൽ നീതി പാലിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ബാധ്യതയാണ്. ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ബാധ്യതകൾ എണ്ണുന്ന, നമ്പറിട്ട് എണ്ണുന്നതിൽ അത് വരുമ്പോൾ പറയാം. സാധാരണ ചെയ്തു വരുന്നത് വലിയ കുട്ടിക്ക് അറക്കും. അത് മാമൂലറവ്. നാട്ടിലത് അറക്കാഞ്ഞാൽ ഒരു മോശാന്ന് കരുതിയിട്ട് അറക്കുക. സത്യത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയാം, നിങ്ങൾ എത്ര വലിയ മാമൂലുകൾ, 50,000 1 ലക്ഷം ഒക്കെ ബാധ്യത വരുന്ന മാമൂലുകൾ എത്ര അറുപിഷുക്കനായ ഭർത്താവിനെ കൊണ്ടും ചെയ്യിക്കാൻ സാമർഥ്യമുള്ളവരാ നിങ്ങൾ. എന്താ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ പേരിൽ ഒരു 100 പൊതി ഇറച്ചി ആ നാട്ടിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്? കഴിയണം. എല്ലാ കുട്ടികൾക്കും അറക്കണം. കാരണം ഇന്ന് അതൊന്നും കഴിയാത്തവരില്ല. വെറുതെ പറയാം, നമ്മളെ മറ്റുള്ള സംഗതികളൊക്കെ കഴിയുന്നുണ്ട്. ലക്ഷക്കണക്കിനുള്ള എല്ലാ ഏർപ്പാടും നമുക്ക് നടക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് കാശുണ്ട്. ഇതിന് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുമോ? അപ്പൊ അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാ മക്കൾക്കും അറക്കണം. അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ആ മൃഗത്തിന്റെ ഓരോ രക്തമുറ്റു വീഴുമ്പോഴും ഈ കുഞ്ഞിന് വിശുദ്ധി ഉറപ്പിക്കും. മാത്രമല്ല, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരു പ്രതീക്ഷയില്ലെന്ന് വീട്ടിൽ മാംസം ഉണ്ടാകും. അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നൊക്കെ വരുമ്പോൾ മാംസത്തിന്റെ കറിയും ഭക്ഷണവും ഒക്കെ കൊടുക്കുമ്പോൾ, ചോറും കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എവിടുന്നാ ഉമ്മ അത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അയൽപക്കത്തുള്ള അഷ്റഫ് കാക്കൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു, അതിന്റെ വകയാന്ന് പറഞ്ഞാൽ ആ കുട്ടി മനസ്സുകൊണ്ട് ദ്വാരക്കും, പഠിച്ചവനെ ആ കുട്ടിനെ നന്നാക്കണേ. ഒരു കറയും പുരളാത്ത ആ കുഞ്ഞ് ആ ദ്വാരക്കുന്നത് അള്ളാഹു സ്വീകരിക്കും. ഹഖീഖത്തിന് വലിയ മഹത്വമുണ്ട്. ഞാൻ അതിന്റെ മഹത്വങ്ങളിലേക്ക്, ഹദീസുകളിലേക്ക് കടക്കുന്നില്ല. ഞാൻ അങ്ങനെ എണ്ണിപ്പോകുന്നേ ചെയ്യുന്നു. ഹഖീഖത്ത് അറക്കണം 7-ാം ദിവസം. 7-ന് അറക്കുന്നില്ലെങ്കിൽ പിന്നെ 14-ന്, 14-ന് അറക്കുന്നില്ലെങ്കിൽ പിന്നെ 21-ന്. 7 വിട്ടിട്ട് അങ്ങനെ പോകുക സുന്നത്ത്. പ്രായപൂർത്തി എത്തുന്നത് വരെ വാപ്പാക്ക് സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും അറുത്തിട്ടില്ലെങ്കിൽ സ്വയം അറക്കാം. എൻ്റെ ഹഖീഖത്ത് എനിക്ക് അറക്കാം, എൻ്റെ വാപ്പ അറുത്തിട്ടില്ലെങ്കിൽ. ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് ഒക്കെ അറക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉരുവിനെ സ്വന്തമായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഉദ്ഹിയ്യത്ത് അറക്കും. അങ്ങനെ ഉദ്ഹിയ്യത്ത് അറക്കുന്ന സമയത്ത് 7-ൽ 1 ഉദ്ഹിയ്യത്തായി, അല്ലെങ്കിൽ 2ഓ 3ഓ ഭാഗം ഉദ്ഹിയ്യത്തായി, അതിലൊരു 4 ഭാഗം 4 കുട്ടികൾ ഹഖീഖത്ത് അറക്കാൻ ബാക്കിയുണ്ട്. അതും കൂടെ നിയ്യത്താക്കിയാൽ അതും കിട്ടും. അതാണ് കിതാബുകളിലൊക്കെ എഴുതി വെച്ചത്. നമുക്ക് നേടാൻ പറ്റും. ഏതായാലും അന്ന് ബോധമില്ലാഞ്ഞിട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, കൃത്യമായിട്ട് ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ, ഇനി കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നവരെങ്കിലും ശ്രദ്ധിക്കുക. ഓരോ കുട്ടിയേക്കും ഹഖീഖത്ത് അറക്കാൻ ശ്രമിക്കുക. നല്ല പേരിടുക, ഹഖീഖത്ത് അറക്കുക, ആ മുടി കളയുക. ആ മുടി കളഞ്ഞിട്ട് ആ മുടിയുടെ വെയിറ്റിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ ഒക്കെ സാധുക്കൾക്ക് ദാനം ചെയ്യുക. ഇതൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. കുട്ടികൾ നന്നാവാൻ ആവശ്യമുള്ള കാര്യമാണ്. ഇനി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറ്റൊരു ബാധ്യത, അനുസരണമുള്ള കുട്ടികളായി വളരണം എന്ന മനസ്സ് മാതാപിതാക്കൾക്കുണ്ടാവുക. അതെങ്ങനെയാ? കുട്ടി നന്നാവണം എന്നുള്ള മനസ്സ് മാതാപിതാക്കൾക്ക് ഉണ്ടാവുക.
കുട്ടിക്ക് അനുസരണക്കേടിന് മാത്രം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക, അനുസരണത്തിന് കുട്ടികൾക്ക് സാഹചര്യം സൃഷ്ടിക്കുക. ഞാൻ ആ ഹദീസ് വായിക്കാം, അപ്പോഴേ അത് തിരിയുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, റഹിമല്ലാഹു വാലിദൻ ആന വലദഹു അലാ ബിർരിഹി. റഹിമല്ലാഹു വാലിദ, ഒരു രക്ഷിതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റഹിമല്ലാഹു വാലിദ, ഒരു രക്ഷിതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആന വലദഹു അലാ ബിർരിഹി, ആ രക്ഷിതാവിനോട് ഗുണം ചെയ്യാൻ, ആ രക്ഷിതാവിനെ അനുസരിക്കാൻ ആ കുഞ്ഞിന് ആ രക്ഷിതാവ് സഹായമായിരിക്കുന്നു. അങ്ങനത്തെ രക്ഷിതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് അനുസരണയുള്ള കുട്ടിയാവാൻ മക്കൾക്ക് അവസരം ഉണ്ടാക്കിയ വാപ്പാനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാപ്പയുടെ മനസ്സിലുള്ളത് കുട്ടി അത് കേൾക്കരുത് എന്നാ പണി, എന്നിട്ടാണ് അവനോട് കൽപ്പിക്കുന്നത്. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, വാപ്പാര് ഉസ്താദെ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കൂല, ആരെ പറഞ്ഞു അവൻ കേൾക്കൂല, നിങ്ങൾ ഓനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു നോക്ക് എന്ന് പറയുമ്പോ കുട്ടിനെ വിളിച്ചിട്ട് ആ കാര്യം പറയാണ്. ഇയാളുടെ മനസ്സിൽ അപ്പം തന്നെ ഉള്ളത് ദിവൻ കേൾക്കരുത് എന്നാ, ദിവൻ കേൾക്കരുത് എന്നാ മനസ്സിലുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറയരുത് എന്ന്. കേൾക്കൂലെന്ന് തോന്നിയാൽ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക, അപ്പൊ പറയാം. കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ് മാതാവിനോടും പിതാവിനോടും അനുസരണം കാണിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത് ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തിരിക്കുന്നു. ചില മാതാപിതാക്കളുണ്ട് മക്കളെ വല്ലാതെ പീഡിപ്പിക്കും. കല്യാണം കഴിഞ്ഞാൽ ആൺമക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഉമ്മമാരെ പീഡിപ്പിക്കുന്ന മക്കളും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ വിഷയം അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഇങ്ങേ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് എന്ന കാരണം കൊണ്ട് അത് മാത്രം പറയാണ്. ഒരിക്കലും മക്കളെ അവരെ ഒരു അനുസരണക്കേടുള്ള കുട്ടികളാക്കി നമ്മൾ മാറ്റരുത്. ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ലാത്തത് മാത്രം വാപ്പിയമ്മയും പറയാം, എന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് വടക്കാക്കുക. ഈ ശീലം ഒഴിവാക്കണം. മക്കൾക്ക് നന്നാകാനുള്ള അവസരമാണ് വാപ്പയും ഉമ്മയും നൽകേണ്ടത്. പിന്നെ വേണ്ടത് മക്കൾക്ക് സ്നേഹവും അനുകമ്പയും മക്കൾക്ക് നൽകണം. സ്നേഹം നൽകണം, മക്കൾക്ക് സ്നേഹം നൽകി വളർത്തണം. പരിഗണന നൽകണം മക്കൾക്ക്, നീതി പുലർത്തണം മക്കൾക്കിടയില്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. എന്തെല്ലാം? ഒന്ന്, മക്കൾക്ക് സ്നേഹം നൽകി വളർത്തണം. ബഹുമാനപ്പെട്ട അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുമ്പോൾ നബിതങ്ങളുടെ പേരക്കുട്ടിയെ എടുത്ത് ചുംബിക്കുന്നത് കണ്ടപ്പോ അഖ്റ ഇബ്നു ഹാബിസ് പറയാണ്, ഇന്നലി അശ്റതം മിനൽ വലദ്, നബിയെ എനിക്ക് 10 മക്കളെ അല്ലാഹു തന്നിട്ടുണ്ട്. 10 മക്കളെ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. മാ ഖബ്ബൽതു വാഹിദൻ മിൻഹും, ഇന്ന് വരെ ഒന്നിനെ പോലും ഞാൻ പിടിച്ചു ചുംബിച്ചിട്ടില്ല. നബിതങ്ങളോട് നിങ്ങൾ എന്താ നബിയെ കാട്ടുന്ന ഈ ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ ചുംബിക്കുന്നു? അതും അള്ളാഹുവിന്റെ റസൂല്, വലിയ ദറജയിൽ ഇരിക്കുന്ന റസൂൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നബിതങ്ങളുടെ മറുപടി എന്താ? നബിതങ്ങൾ പറഞ്ഞു, ഇന്നമല്ലാ യർഹം ലാ യുർഹം, ഇന്നമല്ലാ യർഹമു ലാ യുർഹമു. മോനെ, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാത്തവൻ അവനോട് അല്ലാഹുവും സ്നേഹം കാണിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. വേറൊരു ഹദീസിൽ കാണാം, വേറൊരു റിപ്പോർട്ടിൽ കാണാം, നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് അലിവ് എന്ന് പറയുന്ന ആ കിട്ടാക്കനി അള്ളാഹു വേരോടെ വലിച്ച് പിഴുതെടുത്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ സുഹൃത്തെ? നിനക്ക് അള്ളാഹു സ്നേഹം എന്ന് പറഞ്ഞ ആ ഒരു കിട്ടാക്കനി തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? സ്നേഹമുള്ളവർക്ക് ഇതിനൊക്കെ കഴിയുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ എടുക്കണം, താലോലിക്കണം, ചുംബിക്കണം. മക്കളോട് കൂടെ തമാശയും കളിയും ചിരിയും ഒക്കെ വേണം. വീട്ടിലെപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ ആവണം. കുട്ടികളുടെ ഇടയിലെത്തുമ്പോൾ കൊച്ചുകുട്ടിയെ പോലെ ആവണം. അതായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി ചെയ്തിരുന്നത്. എത്രയോ ആളുകളുണ്ട് സ്നേഹം നൽകാതെ കുട്ടികളെ വളർത്തുന്നവർ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മക്കളെ പരിപാലിക്കുന്നിടത്തുള്ള വലിയൊരു തെറ്റാണിത്. സ്നേഹം നൽകാതെ മക്കളെ വളർത്തുക എന്നത് ഒരിക്കലും ഉണ്ടാവരുത്. സ്നേഹം നൽകണം മക്കൾക്ക്. എത്രയോ മക്കളുണ്ട് വാപ്പാരെ പേടിക്കുന്ന മക്കള്. വാപ്പ കൊലായിലുണ്ടെങ്കിൽ, പൂമുഖത്തുണ്ടെങ്കിൽ അതിലൂടെ കടന്നു വരാത്ത മക്കളുണ്ട്. അടുക്കളയിൽ കൂടെ പിന്നെ അവൻ പോവുള്ളൂ. അങ്ങനെയുള്ള മക്കളുണ്ട്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാപ്പ പൂമുഖത്തിരിക്കുന്നുണ്ടെങ്കിൽ മകൻ വരുന്നത് ഏതിലൂടെയാ? മകൻ അടുക്കളയിലൂടെ. അപ്പൊ അതുവരെ നമ്മുടെ കൂടെ വന്ന മകനോട് നമ്മൾ ചോദിക്കാം, എന്തേ മോനെ നീ ഇതിലെ വരാത്തത്? മകന്റെ മറുപടി, ഉസ്താദ് അതിലെ കയറിക്കോ, ഞാൻ അടുക്കളയിലൂടെ വരാ. എന്തേ? ഒന്നുമല്ല, പൂമുഖത്തൊരു സാധനമുണ്ട്, ഞാൻ അതിലെല്ലാം. ഈ ഒരു ഗതിയിലേക്ക് മക്കളെ എത്തിക്കരുത്. എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വന്യജീവിയുടെ ലുക്കിൽ ഒരിക്കലും പൂമുഖത്തിരിക്കാൻ പറ്റൂല.
വാപ്പ ചിരിക്കൂല, തമാശ പറയൂല, ഭയങ്കര സീരിയസ്, എപ്പോഴും സീരിയസ്, പറ്റൂല. കളിയും തമാശയും ചിരിയുമൊക്കെയുള്ളവനാണ് വാപ്പ. ഞാൻ അവന്റെ വാപ്പയല്ലേ, പിന്നെ ഞാൻ അവനോട് കളിക്ക്, ചിരിക്ക്, തമാശ പറയാൻ? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഒരു വാപ്പയായിട്ടില്ല നിങ്ങള്. അള്ളാഹുവിന്റെ റസൂൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ രണ്ട് തോളിൽ വെച്ചിട്ട് അവരിങ്ങനെ കളിക്കുകയാണ്. റസൂലുള്ള കൈ പിടിച്ചിട്ട് അവരെ തോളിലിട്ട് ഇങ്ങനെ ചാടിച്ച് കളിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ചോദിച്ചു, എന്താടാത്? അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിലാണോ നിങ്ങൾ കയറിയത്, ചുമലിലാണോ നിങ്ങൾ കയറി ഇങ്ങനെ തുള്ളുന്നത്? ഇറങ്ങവിടുന്ന് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ പാഠങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ പാഠം കിട്ടിയാ പിന്നെ അത് തിരുത്തും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാണ്, ഉമറേ, ആള് നീ കുറച്ച് സീരിയസ് ആണ്, എല്ലാവർക്കും അറിയാം, കുറച്ച് ഗൗരവ പ്രകൃതിക്കാരനാണ്. നിന്റെ പേര് കേൾക്കുമ്പോഴേക്കും മക്ക വിറക്കും, അതൊക്കെ ശരി, പക്ഷേ ഇതിൽ നീ ഇടപെടരുത് ഉമറേ. കാരണം ഇതെന്റെ മക്കളാണ്, ഞാൻ അവരുടെ വല്ലിപ്പയാണ്. വല്ലിപ്പായിൽ നിന്ന് കിട്ടേണ്ട ചില അവകാശങ്ങൾ ഈ മക്കൾക്കുണ്ട്, അതാ ഞാൻ ഈ കൊടുക്കുന്നത്. അവരെ കളിപ്പിക്കേണ്ട, അവരോട് തമാശ പറയേണ്ട, അവരെ ലാളിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അവർക്കത് കിട്ടേണ്ട അവകാശമാണ്, അത് ഞാൻ കൊടുക്കുന്നു. നീ ഇതിൽ ഇടപെടരുത് ഉമർ, നീ നിന്റെ വഴിക്ക് പോകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, ഞാൻ പറയുന്ന പകൽ സമയത്ത് ഭാര്യയോട് പോലും ചിരിക്കാത്ത, തമാശ പറയാത്ത പോക്കിരികളായി ഭർത്താക്കന്മാർ മാറാൻ പാടില്ല. മക്കളോട് എന്തായാലും കളിയും തമാശയും ചിരിയൊക്കെ വേണം. അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മരിച്ച ഖബറിന്റെ അടുത്തേക്ക് വരൂല മക്കള്. മരിച്ച ഖബറിന്റെ അടുത്തേക്ക് വരൂല. വാപ്പ മരിച്ച് 1-ാമത്തെ ആഴ്ച ജുമുഅക്ക് പോകുമ്പം ഉമ്മ പറഞ്ഞു മകനോട്, മകനെ, മോന് സാധാരണ പോരുന്നത് പോലെ ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കയറിപ്പോരരുത്. വാപ്പ പള്ളിക്കാട്ടിലാണ്, ബോധം വേണം. വാപ്പാന്റെ ഖബറിങ്ങലൊന്ന് പോകണം, ഒന്ന് സലാം പറയണം, ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കണം, എന്നിട്ടേ മോനെ നീ വരാവൂ എന്ന് പറയുമ്പോ മകൻ ഉമ്മയോട് പറയും, ഉമ്മ, ഫാത്തിഹ അല്ല യാസീൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ നോദിക്കോളാം, അങ്ങോട്ട് പോകാൻ പറയരുത്. എന്താ കാരണം? വാപ്പ മൂടുകല്ല് പൊക്കി വന്ന് തല്ലുവെന്ന് പേടിച്ചിട്ട് വാപ്പാന്റെ അടുത്തേക്ക് അടുക്കാറില്ല ജീവിതകാലത്ത്. അങ്ങനെ ആയി പോകരുത്. നല്ല വാപ്പയാവണം, സ്നേഹത്തോടു കൂടെ വർത്തിക്കുന്ന വാപ്പയാകണം. കുട്ടികളെ കയ്യും പിടിച്ച്, അന്ന് നമ്മുടെ കയ്യും പിടിച്ച് നമ്മെ പീടികയിലേക്ക് കൊണ്ടുപോയ പിതാവ്, എൻ്റെ പിതാവ് 8-ാം വയസ്സിൽ എന്നെ പിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ലാളനയും കൂടുതൽ സ്നേഹങ്ങളും ലഭിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഉള്ള ഓർമ്മയിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നെ കയ്യിൽ തൂക്കിപ്പിടിച്ച് ഇങ്ങനെ പോകുന്നത്, മിഠായി വാങ്ങിത്തരുന്നത്, തമാശകൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. ആ ഉപ്പക്ക് വേണ്ടി ഇന്നും ഞാൻ ഉപ്പായുടെ പേര് പറയുമ്പോൾ അതിൻ്റെതായ ഒരു വൈകാരികത എനിക്കുണ്ടാവാറുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ നാളെ സന്തോഷത്തോടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓർമ്മ വേണം. എൻ്റെ ഉപ്പായുടെ ഖബറിൻ്റെ അടുത്ത് എൻ്റെ മോൻ്റെ കയ്യും പിടിച്ച് ഞാൻ പോകുന്നു. എന്നിട്ട് മോനോട് പറയുന്നു, മോനെ, ഇതാണ് ഉപ്പപ്പാന്റെ ഖബറ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. എന്തിനാണിത്? എനിക്കൊരു ചെറിയ പ്രതീക്ഷക്ക് വക നൽകുന്നു. എന്ത്? എൻ്റെ മോനെ അവന്റെ മക്കളെ കയ്യും പിടിച്ചു വന്ന്, ഇതാ മക്കളെ വല്ലിപ്പാന്റെ ഖബറ് എന്ന് പറഞ്ഞ് വന്ന് എൻ്റെ ഖബറും പുറത്ത് നിന്ന് ദ്വാരക്കണം. അതാണ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മൾ മാതൃകയായെങ്കിലേ പറ്റൂ. പലപ്പോഴും ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ വാപ്പമാരുടെ ഉമ്മമാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് റസൂലുള്ളാഹി പ്രത്യേകം മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായി കൊടുക്കണം. അപ്പോഴേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുണ്ടാവുള്ളൂ. മക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നമ്മൾ ജീവിച്ചുകൂടാ. മക്കളുമായിട്ട് ബന്ധം വേണം, അവരിലേക്ക് ഇറങ്ങണം, അവരിലേക്ക് ഇടപഴകി ജീവിക്കണം, അവരോടൊപ്പം കൂടി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസാണ്. ഇത് പരിചയമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. 7-ാം വയസ്സായാൽ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. എന്തിനായി 10 വയസ്സായി അടിക്കണം? 15 വയസ്സായെങ്കിലേ നിർബന്ധമാവുള്ളൂ. പിന്നെന്തിനായി 10-ാം വയസ്സിൽ തന്നെ അടി തുടങ്ങുന്നത്? 7-ാം വയസ്സിൽ ഇത് ശീലിച്ചു തുടങ്ങാൻ, ശീലിച്ചത് ഒഴിവാക്കാതിരിക്കാനാണ് 10-ാം വയസ്സിൽ കുറച്ചൊരു ബോധം വന്നിട്ട് കുട്ടികളെ അടിക്കണം എന്ന് പറയും. അടിക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കുമോ നോക്കണം.
നിർബന്ധമായിട്ടും അടിക്കേണ്ട സാഹചര്യം വന്നാൽ പരിക്കേൽക്കാത്ത രൂപത്തിൽ മക്കളെ തല്ലിയിട്ട് നേരെയാക്കേണ്ടി വന്നാൽ നേരെയാക്കണം. എന്നിട്ട് ആ മക്കളെ നിസ്കാരത്തിലും ദീനീ ചിട്ടയിലും വളർത്തിയെടുക്കണം. 7 വയസ്സ് പ്രായമായ മക്കളെ പിന്നീട് ഉമ്മയും വാപ്പയും കിടക്കുന്നിടത്ത് നിന്നൊന്ന് അകറ്റിക്കിടത്തുക. ഇതൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പഠിപ്പിച്ച ബാധ്യതകളാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല അദബ് പഠിപ്പിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറക്കുന്ന കുഞ്ഞുങ്ങളെ ഉണർത്തിക്കൊടുക്കുക. എന്തേ ഇന്ന് ബിസ്മി ചൊല്ലാഞ്ഞ് എന്ന് ചോദിക്കണം. ചെറിയ മക്കൾക്ക് പോലും ബിസ്മി പറയാൻ പ്രായമായാൽ അവരെ കൊണ്ടത് പറയിപ്പിക്കണം. അതിന്റെ മുമ്പ് നിങ്ങൾ ബിസ്മി ചൊല്ലി മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസൻ. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു വാപ്പയും ഒരു മോന് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല, അവൻ അദബ് പഠിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഗിഫ്റ്റും നൽകിയിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ മോൻ എന്തെങ്കിലും ഒരു സംഗതി നേടി വന്നാൽ അവന് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താ അല്ലെ? ഒരു ക്യാമറ മൊബൈൽ. ആ കുട്ടിനെ വഷളാക്കാൻ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അതാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു വാപ്പ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് മിൻ അദബിൻ ഹസൻ, അഫ്ളല മിൻ അദബിൻ ഹസൻ. നല്ല കൾച്ചറിനേക്കാൾ നല്ല ഒരു ഗിഫ്റ്റ് ഒരു മാതാവിനും പിതാവിനും കൊടുക്കാൻ പറ്റൂല. നല്ല അദബ് കാണിച്ചു കൊടുക്കുക. അതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും ഉണർത്തിയെങ്കിൽ ആ കാര്യം നമ്മൾ തിരിച്ചറിയണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി ഒറ്റ കാര്യവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയമായി തുടങ്ങി. മക്കൾക്കിടയിൽ നീതി പാലിക്കുക. ഹബീബ് ഇത് സംബന്ധമായി എന്ത് പറഞ്ഞു? ഇത്തഖുല്ലാഹ വഅദിലു ഫീ ഔലാദിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. ഇത്തഖുല്ലാഹ, നിങ്ങൾ പടച്ചോനെ പേടിക്കണം. വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഒരുപാട് പറയാനും. മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ വൈകിപ്പോകും. ഒന്ന്, ഒരു കുട്ടിക്കായിട്ട് കൂടുതൽ സമ്പത്ത് കൊടുക്കുക, മറ്റവനൊന്നും കൊടുക്കാതെ, മറ്റവൾക്കൊന്നും കൊടുക്കാതെ. നീതി പാലിക്കണം. മരിച്ചതിന്റെ ശേഷം അനന്തരം കൃത്യമായിട്ട് കിട്ടാനുള്ളതേ കിട്ടുള്ളൂ. അതിന്റെ മുമ്പ് വാപ്പായുടെ വക വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും കൊടുക്കാം. ഒരു കുട്ടിയുടെ പേരിൽ മാത്രം എല്ലാം കൂടെ എഴുതി വെച്ച് അവസാനം രോഗമാകുമ്പോൾ 2 റുപ്യന്റെ ഗുളികയും വാങ്ങിക്കൊടുത്ത് ഈ എണീക്കാൻ വയ്യാത്ത വാപ്പാനെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയോ എല്ലാം അവന്റെ പേരിലാക്കുന്ന ബിരുദന്മാരും മക്കളുടെ കൂട്ടത്തിലുണ്ട്. അരുത്. വാപ്പയും മക്കളും രണ്ടാളും തെണ്ടും. ഒതകുലൂന തുറാസാക്കിലല്ലമ്മ. പലർക്കും അവകാശപ്പെട്ട അനന്തര സ്വത്ത് വെട്ടി വിഴുങ്ങുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞു. അതുണ്ടാകരുത്. പെങ്ങന്മാരുടെ മൂക്കിൽ പഞ്ഞിവെക്കുന്ന, ജ്യേഷ്ഠാനുജന്മാരുടെ മൂക്കിൽ പഞ്ഞിവെക്കുന്ന ആളുകളായി മാറരുത്. മക്കളെ കുത്തുപാളയെടുപ്പിക്കുന്ന വാപ്പമാരായി മാറരുത്. ഒരു പക്ഷേ ആ മകൻ നോക്കിയിട്ടില്ലായിരിക്കാം. മകൻ ചെയ്തത് മഹാദുൽമാണ്. അള്ളാഹു അവനെ കൈകാര്യം ചെയ്യും. പക്ഷെ അതൊന്നും അവന്റെ അനന്തരം തടയാൻ കാരണമല്ല. മതപരമായ കാരണങ്ങളിൽ അതൊന്നും പെടുന്നില്ല. അവന്റെ അനന്തരം തടയാൻ മാത്രമുള്ള കാരണമായി വരുന്നില്ല. അതേസമയം അവൻ ചെയ്തത് മഹാമോശം. അത് വേറെ വിഷയം. അപ്പൊ ഏതായാലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ പടച്ചോനെ പേടിക്കുക. മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കുക. ഉമ്മമാരെ, ഭക്ഷണം കൊടുക്കുന്നിടത്ത് അള്ളാന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞു അറിയാം? നിങ്ങൾ ഈ നീതി പാലനത്തിന്റെ വിഷയം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഹത്താ ഫിൽ ഖുബ്ല, ചുംബനത്തിൽ വരെ നിങ്ങൾ നീതി പാലിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ നമ്മളെ വല്ലാതെ ഇരുത്തി ആലോചിപ്പിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തൊരു സഹാബി ഇങ്ങനെ ഇരിക്കുകയാണ് മദീന പള്ളിയിൽ ഒരു സഹാബി മുത്തുനബിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മുത്തുനബിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ ചെറിയ മോന് ഈ രംഗം ഇങ്ങനെ കാണുന്നത്. വീട്ടിൽ നിന്ന് വാപ്പ തങ്ങളോടൊപ്പം പള്ളിയിലെ വരാന്തയിൽ സംസാരിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് അങ്ങ് ഓടി തങ്ങളുടെ അടുത്തേക്ക് വരിക. അപ്പൊ വാപ്പ കൈ നീട്ടി ഇങ്ങ് സ്വീകരിച്ചു. ആ കുഞ്ഞിനെ ചുംബിച്ചു. ചെറിയ മോനല്ലേ, വന്നപ്പോ എടുത്ത് ചുംബിച്ചു. കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. വീണ്ടും സംസാരം തുടർന്നു. മുറ്റത്ത് ചാടിക്കളിക്കുന്ന ഈ കുഞ്ഞിന്റെ നേരെ മുകളിലുള്ള കൊച്ചു ബാലിക, ചെറിയ പെൺകുട്ടി, അവള് കാണുകയാണ് കുഞ്ഞാങ്ങള അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വാപ്പായുടെ മടിയിലിരുന്ന് നബിയും ഉപ്പയും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോ ഈ ചെറിയ കുട്ടി ഓടി ഇങ്ങ് വന്നു. എനിക്കും ഇരിക്കണം എന്നുള്ള മോഹത്തോടു കൂടെ അയാൾ ആ കുട്ടിയെ പിടിച്ചിട്ട്
അയാളുടെ ഒരു സൈഡിൽ തറയിൽ ഇരുത്തി ഈ കുഞ്ഞിനെ. അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരൽപ്പം കോപം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി മാ അദൽത ബൈനഹുമാ, അല്ലാഹു സാക്ഷി, നീ ഈ രണ്ട് മക്കൾക്കിടയിൽ നീതി പാലിച്ചില്ല സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്തേ നബിയെ ഞാൻ കാണിച്ചത്? ഒരു കുട്ടി വന്നപ്പോ നീ ചുംബിച്ചു, അവനെ എടുത്ത് മടിയിൽ വെച്ചു. മറ്റേ കുട്ടി വന്നപ്പോ നീ ചുംബിച്ചില്ല, അവളെ ഇരുത്തിയത് തറയിലും. അതുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്ത് ചുംബിക്ക, എന്നിട്ട് തൊട്ടടുത്ത കാലിൽ ആ കുഞ്ഞിനെ കയറ്റിയിരുത്ത്, നീതി ലഭ്യമാക്കൂ രണ്ടാൾക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു കുട്ടിക്ക്, ഏത് ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ആകുമ്പോൾ വലിയ കുട്ടികൾക്ക് 2 പത്തിരി കൊടുക്കും, ചെറിയ കുട്ടിക്ക് 1 പത്തിരി കൊടുക്കും. അതിനെക്കുറിച്ചല്ല ചർച്ച. പിന്നെന്താ, വലിയ കുട്ടിക്ക് 1 പത്തിരിയും ചെറിയ കുട്ടിക്ക് 2 പത്തിരിയും കൊടുക്കണ ഉമ്മമാരുണ്ട് അല്ലേ? ചിന്തിച്ചു നോക്ക്. ഉമ്മമാർക്കൊക്കെ മാനസികമായി ഏതെങ്കിലും ഒരു കുട്ടിയോട് സ്നേഹം ഉണ്ടാവും. ആ കുട്ടികളെ മാത്രം നോക്കുക, അരുത്. മാനസികമായിട്ട് സ്നേഹം ഉണ്ടാകും. ബഹുഭാര്യത്തുള്ളവർക്ക് ഏതെങ്കിലും ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും, മക്കളോട് ഏതെങ്കിലും ഒരു മക്കളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും. പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റൂല. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റൂല. അത് വലിയ വിഷമമുള്ള കാര്യമാണ്. വല്യമ്മമാര് സാധാരണ മക്കളുടെ, ആൺമക്കളുടെ മക്കളോടും പെൺമക്കളുടെ മക്കളോടും 2 മുഖത്തോടെ സമീപിക്കുന്നവരുണ്ട് ഉമ്മമാരുടെ കൂട്ടത്തിൽ. കുട്ടികളെ വേറൊരു കണ്ണ്, പെൺമക്കളുടെ മക്കളോട് വേറൊരു കണ്ണ്. അവർക്ക് കൂട്ടാൻ വിളമ്പിയത് ഒന്ന് കൂടുതലായിരിക്കും, അവർക്ക് സാധനം കൊടുത്തത് അല്പം കൂടുതലായിരിക്കും, അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൂടുതൽ, സ്നേഹവും കൂടുതൽ. ഉമ്മാക്ക് ഇത് രണ്ടും ഒരു സ്റ്റെപ്പാ. ഒന്ന് മകന്റെ കുട്ടി, മറ്റത് മകളുടെ കുട്ടി. മകന്റെ കുട്ടിയും മകന്റെ കുട്ടിയാണെങ്കിൽ മകന്റെ കുട്ടിയെ കൂടുതൽ അടുപ്പിക്കാമായിരുന്നു. അതിന് ന്യായമുണ്ട്. കാരണം സ്റ്റെപ്പ് വ്യത്യാസമുണ്ട്. മകന്റെ കുട്ടിയും മകളുടെ കുട്ടിയും ഉമ്മാക്ക് ഒരേ സ്റ്റെപ്പിൽ ആ രണ്ടാളെയും കാണേണ്ടത്. പക്ഷെ ഉമ്മ മകന്റെ കുട്ടിയെ ഒന്ന് അകലത്തിൽ കാണുന്നു. എന്താ കാരണം? മകനോട് വിദ്വേഷമൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള സംഗതിയാണ്. പിന്നെ മകന്റെ കുട്ടി മകന്റേത് മാത്രമല്ല, വേറെ ഒരുത്തിയുടേതും കൂടെയാ. അവളോട് വേണ്ടത്ര സുഖത്തിലല്ല. അതാ കുഴപ്പം. അങ്ങനെയൊക്കെ ഇതിന് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്ത് പറഞ്ഞാലും അനീതി ചെയ്യാൻ പാടില്ല ഉമ്മമാർ. അനീതി ചെയ്യാൻ പാടില്ല. നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. ഞാൻ യാത്ര പുറപ്പെടുമ്പോ എന്റെ കൊച്ചുകുട്ടി എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ അവനെ എടുക്കും, ഒന്ന് ഉമ്മ വെക്കും, ഒന്ന് താലോലിക്കുമെന്ന് കരുതി ആ കുഞ്ഞിനെ എടുത്ത് ഞാനൊന്ന് ഉമ്മ വെച്ചു. ഞാൻ യാത്ര ചോദിക്കുമ്പോ തൊട്ടടുത്തുള്ള കുഞ്ഞ്, 4-5 വയസ്സുള്ള, അതിന്റെ മുകളിലുള്ള കുഞ്ഞ്, ഈ 1.5 വയസ്സുള്ള കുഞ്ഞിന് കൊടുത്ത ചുംബനവും സ്നേഹപ്രകടനവും കണ്ട് ദാഹിച്ചു നിൽക്കുന്നു. ആ കുഞ്ഞിനെയും ഒന്ന് പിടിച്ചു ചുംബിക്കുക. അതിന്റെ അപ്പുറത്ത് 9-10 വയസ്സായ മോളുണ്ട്. ആ മോളോട് കാണിക്കേണ്ട ഒരു സ്നേഹപ്രകടനം അവളോടും കാണിക്കണം. എന്തേ? അവളെ ഒന്ന് അടുത്തേക്ക് വിളിക്കണം, അവളെ ഒന്ന് അണച്ചുകൂട്ടി പിടിക്കണം, അവളെ ഒന്ന് തലോടണം. ഓരോ മക്കളോടും കാണിക്കാൻ പറ്റുന്ന രൂപത്തില് അവരോടുള്ള സ്നേഹപ്രകടനങ്ങൾ കാണിക്കണം. കാരണം എന്താ, നമ്മൾ ഈ ചെറിയ കുട്ടിക്ക് മാത്രം ചുംബനം നൽകുമ്പോ, പ്രത്യേകിച്ചൊരു യാത്രയൊക്കെ പുറപ്പെടാണ്, വിദേശത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ മറ്റോളിങ്ങനെ നോക്കി കാണുകയാണ് വാതിൽപ്പാളിയിലൂടെ. ആ നോട്ടത്തിന് വലിയൊരു അർത്ഥമുണ്ട്. എന്താ മൂപ്പരെ, നമ്മളും നിങ്ങൾക്കുള്ളതല്ലേ, അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന്, ആ മനസ്സിന്റെ ദാഹം ഒന്ന് ശമിപ്പിക്കണം ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന, കല്യാണം കഴിയുന്നത് വരെ എന്റെ പൊന്നുപ്പ സ്നേഹപൂർവം എന്നെ മുഖത്ത് ചുംബിച്ചിരുന്നു. കല്യാണത്തിനു ശേഷം ഒരാണിന്റെ ചൂടും ഒരാണിന്റെ ചൂരുമൊക്കെ അറിഞ്ഞതിന്റെ ശേഷം പിന്നെ എന്റെ പൊന്നുപ്പ ഞാൻ വരുന്ന സമയത്ത് എത്തി നിന്നിട്ട് എന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി. ഓരോ പ്രായത്തിലും കാണിക്കേണ്ട ഒരു സമീപനാണത്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, നല്ല സ്നേഹമാണ് മക്കളോട് കാണിക്കേണ്ടത്. നീതി പാലിക്കണം മക്കൾക്കിടയിൽ. ഇതൊക്കെ മക്കൾക്കിടയിൽ നാം പാലിക്കേണ്ട സംഗതികളാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയ വേറെയും കുറേ കാര്യങ്ങൾ എല്ലാം കൂടെ ഇവിടെ കടന്നു വരുമ്പോഴേക്ക് സമയം വൈകും. എണ്ണി പറയാനുള്ള സമയമില്ല. ഒറ്റ കാര്യവും കൂടെ പറയട്ടെ. മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാതിരിക്കുക. സമയം കഴിഞ്ഞു, അതും കൂടെ പറഞ്ഞു നിർത്തും. മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാതിരിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും വലാ തദഉ അലാ ഔലാദികും വലാ തദഉ അലാ അംവാലികും ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ സന്താനങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്.
നിങ്ങളുടെ സമ്പത്തുകൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കോഴി, പശു, ഇതിനൊന്നും ശപിക്കരുത്, ശപിച്ച് പ്രാർത്ഥിക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി കഷ്ടം പിടിച്ച കോഴി എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഉമ്മമാരെ, ലഅനത്ത് നിങ്ങളുടെ ഒരു ഹോബിയാണ്. ലഅനത്ത് നിങ്ങളുടെ ഒരു ഹോബിയാണ്. ഫിഖ്ഹിലുണ്ട് ലിആൻ എന്ന് പറഞ്ഞ ഒരു അധ്യായം. ആ അധ്യായത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ പറയുന്നത്, ഭാര്യയും ഭർത്താവും രണ്ടാലൊരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാല്, ഭാര്യ വ്യഭിചരിക്കുന്നത് ഭർത്താവ് കണ്ടാല്, അവിടെ അവർ തമ്മിൽ ലിയാൻ ശാപ പ്രാർത്ഥന നടത്തുന്നതിനെ പറ്റി ഒരു അധ്യായം ഫിഖ്ഹിലുണ്ട്, കർമ്മശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം തെളിവില്ലെങ്കിൽ 4 ആള് കണ്ടുകൊണ്ട് കാണണം, എങ്കിലേ വ്യഭിചാരം ആരോപിക്കാൻ പറ്റുള്ളൂ, വ്യഭിചരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാൾ കണ്ടാൽ പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത് പ്രാക്ടിക്കൽ അല്ല നിയമം. കാരണം എൻ്റെ ഭാര്യ വ്യഭിചരിക്കുന്നതിന് വേറെ 3 ആള് കണ്ടില്ലെങ്കിലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെ എനിക്ക് ഉളുപ്പുണ്ടെങ്കിൽ അവളെ വെച്ച് പുലർത്തൂല, വെച്ച് ഉറപ്പിക്കൂല. അപ്പൊ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇസ്ലാം വേറൊരു നിയമം പാസാക്കിയത്. അവിടെ എന്ത് ചെയ്യാം? ഭർത്താവ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സത്യം ചെയ്യണം. 4 വട്ടം സത്യം ചെയ്യണം. അള്ളാഹുവിനെ പിടിച്ച സത്യം. 4 സാക്ഷികളുടെ സ്ഥാനത്താണ് 4 വട്ടം സത്യം ചെയ്യാന്ന്. ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇയാള് സത്യം ചെയ്യണം. എന്നിട്ട് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവട്ടെ എന്നും പറയണം 5-ാം തവണ. ഇങ്ങനെ ലിയാൻ നടത്തുക. അപ്പൊ ആ പെണ്ണ് പിന്നെ ഒന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ അവളെ, വിവാഹിതയായ പെണ്ണ് വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ പിന്നെ അവളെ എറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെടും. അപ്പൊ അവൾക്ക് അതിൽ നിന്ന് ഒഴിവാകണോ എങ്കിൽ അവളും 4 വട്ടം സത്യം ചെയ്യുക. അവൻ പറഞ്ഞത് കളവാണ്, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ പേരിൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടായിക്കോട്ടെ, അള്ളാഹുവിന്റെ കോപം എൻ്റെ മേലുണ്ടാവട്ടെ എന്ന് പറയണം. ഇവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലഅനത്തുണ്ടാവട്ടെ എന്ന് പറയാനാ പറഞ്ഞത്. പെണ്ണ് പറയേണ്ടത് അള്ളാഹുവിന്റെ ലഅനത്ത് എൻ്റെ മേലുണ്ടാവട്ടെ എന്നല്ല. ഇയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം എൻ്റെ മേലുണ്ടാവട്ടെ എന്നാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഫുഖഹാക്കൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം, അങ്ങനെ പറയാനുള്ള കാരണം, ലഅനത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അതൊരു വലിയ വിഷയമായി തോന്നൂല. കാരണം പെണ്ണുങ്ങളെ ഒരു ഹോബിയാണ് ലഅനത്ത്. അനങ്ങിയാ ശപിക്കും. അപ്പൊ അതവർക്ക് ഇങ്ങോട്ട് തഴങ്ങിയിരിക്കുക. അപ്പൊ ഗളബ്, അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞെങ്കിലേ ഒരു ബേജാറുണ്ടാവുള്ളൂ. ലഅനത്തിന്റെ കക്ഷികളാണ് ഇവര്, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. കാരണം വെറുതെ എന്തെങ്കിലും ചെറുതൊന്നും സംഭവിച്ചാൽ മതി. ഒരു ഉമ്മ ഒരു വർഷക്കാലത്ത് ഒരു കുഞ്ഞ് മുറ്റത്തു കൂടെ ഓടുമ്പോ ആ കുഞ്ഞ് കമഴ്ന്ന് അടിച്ചങ്ങ് വീണു, വയറടിച്ചങ്ങ് വീണു. അപ്പൊ ആ ഉമ്മ അകത്തുനിന്ന് എന്തേ മോനെ പറ്റിയതെന്ന് ചോദിച്ച് വന്ന് എഴുന്നേറ്റ് ആ കുട്ടിയെ നിവർത്തി അതിന് ഒഴിഞ്ഞു കൊടുക്കല്ല. ആ ഉമ്മ അവിടുന്ന് വിളിച്ചു പറയാ, അവിടെ കിടന്നാണ് ചത്താള ശവേൻ. ഇതാ വിളിച്ചു പറയുന്നു, അവിടെ കിടന്നാണ് ചത്താള ചകേൻ. ഇതാ അത് വിളിച്ചു പറയുന്നു. ഇതാണ് പെണ്ണുങ്ങളുടെ ശാപം. ഇത് അരുത്, ഇത് നന്നാവൂലടാ, ഇത് കുരുത്തം പിടിക്കൂലടാ എന്നൊക്കെ മക്കളോട് പറയരുത്. ഉമ്മമാരെ, ചിലപ്പോൾ വികൃതികൾ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും, പറയരുത്. പറയാതെ നിയന്ത്രിക്കണം. കാരണം നബി പറയാണ്, ഒരു സമയമുണ്ട്, ആ സമയത്ത് എന്താണ് പറഞ്ഞാലും അങ്ങനെ ആക്കിക്കളയും അല്ലാഹു. ആ സമയത്ത് നിങ്ങൾ പേടിക്കണം. അപ്പൊ ഒരു കാരണവശാലും മക്കളെ ശപിക്കരുത്, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഒരാൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പരാതിയും പറഞ്ഞു വന്നു, കുഞ്ഞെന്നെ അനുസരിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നീ എപ്പോഴെങ്കിലും അവനെതിരെ പ്രാർത്ഥിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അത് ഞാൻ പ്രായപൂർത്തിയാവോളും ദ്വാരുന്നു, വികൃതി കാട്ടുമ്പോഴൊക്കെ ദ്വാരക്കുന്നതാണ്. ഇജ്ജ് കുരുത്തം പിടിച്ചില്ലടാ, നന്നാവൂലടാ. അപ്പൊ പറഞ്ഞു, എന്നാ വേഗം വിട്ടോ, പടി ഇറങ്ങിക്കോ. കത് അഫ്സത്തഹു, കുട്ടി നാശായതല്ല, നീ നാശാക്കിയതാണ്. കുട്ടിയെ നീ നശിപ്പിച്ചതാണ്. ദ്വാരുന്നു പോവിടുന്ന് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും മാതാപിതാക്കൾ മക്കൾ ദുഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ശാപ പ്രാർത്ഥന നടത്തരുത്. അവസാനിപ്പിക്കുകയാണ്. അവസാനം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാ നമ്മളെ മക്കളും കുട്ടികളും നമ്മൾ നന്നാക്കണം എന്ന് പറയുന്നത്? നമുക്ക് ഈ ലോകമല്ല ജീവിതം, നാളെ പരലോകമാണ്. അടുത്ത ആഴ്ച, അടുത്ത മാസം അതാണ് വിഷയം, മരണം. പരലോകമാണ് അടുത്ത ആഴ്ചത്തെ ചർച്ച. ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സംഗമിക്കാൻ പറ്റിയെങ്കിൽ സംഗമിക്കാം. പറയേണ്ട കാര്യമാണ് മരണം, നരകം, സ്വർഗം. അതൊക്കെ ഇന്ന് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ചർച്ചകൾ, എല്ലാ വേദികളും എല്ലാ ചർച്ചകളും അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് കാട് കയറിയതാണ് ഇന്ന് ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ നാശം. ഇതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. സ്വർഗവും നരകവും ഒക്കെ പറയേണ്ടതാണ്, നന്നാവും, ഉറപ്പ്.
യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിൽ ഉമ്മയും വാപ്പയും മക്കളും ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്നാണ്, അല്ലെ? ഈ ദുനിയാവിലെ സഹോദരിയും സഹോദരനും മക്കളും നാളെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഭാഗ്യമാണ്. അതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് നമ്മളോട് ദ്വാരക്കാൻ അല്ലാഹു പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തെ പേജിൽ ഇന്ന് തന്നെ പോയിട്ട് ആ ദുആ കാണാതെ പഠിക്കുക. ഇനി ഒരൊറ്റ നിസ്കാരത്തിന്റെ ഉമ്മമാരെ കളയണ്ട. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ, ഞങ്ങളെ ഭർത്താക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും, സഹോദരന്മാരെ നമ്മൾ ദ്വാരക്കുമ്പോൾ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും റബ്ബേ ഞങ്ങൾക്ക് ഖുർറത്തു അഅ്യുന്, ഞങ്ങളുടെ കണ്ണിന് നീ കുളിർമ നൽകണേ, പരമാനന്ദം നൽകണേ, സന്തോഷിക്കാൻ വക നൽകണേ. ഭാര്യ ഇറങ്ങിപ്പോയി, മക്കൾ ഇറങ്ങിപ്പോയി, ചാടിപ്പോയി, ഇതൊന്നും കേൾപ്പിക്കല്ല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ. അത് നാളെ സ്വർഗത്തിലും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴേ ആ ഖുർറത്തു അഅ്യുന് പരിപൂർണ്ണമാവുള്ളൂ. സ്വർഗത്തിൽ എൻ്റെ കെട്ടിയോളിയും കുട്ടികളെയും എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും ഒരുമിച്ചിട്ട് കാണാൻ പറ്റുക. അതാ സൂറത്തുർ റഅദിൽ അല്ലാഹു സ്വർഗത്തിന്റെ സൗകര്യം പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, ആ അനുഗ്രഹം അങ്ങനെ പറഞ്ഞപ്പോ, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ കടക്കുമ്പോ അവര് മാത്രമല്ല കടക്കുക, വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം, സ്വാലിഹീങ്ങളായ മാതാപിതാക്കളും സ്വർഗ്ഗത്തിലെത്തും, ഭാര്യ ഭർത്താക്കന്മാരും സ്വർഗ്ഗത്തിലെത്തും, മക്കളും സ്വർഗ്ഗത്തിലെത്തും. അങ്ങനെ അവര് വാപ്പയും ഉമ്മയും മകനും മരുമകളും മക്കളും പെൺമക്കളും മരുമക്കളും എല്ലാ വാതിലൂടെ ഇങ്ങനെ കടന്നു വരും നമ്മൾ ഇരിക്കുന്ന റൂമിലേക്ക്. എന്നിട്ട് പറയോ, കുടുംബമേ, വാപ്പ ഉമ്മ മക്കളെ, നിങ്ങൾ സ്വർഗത്തിലെത്തിയല്ലേ, സന്തോഷം. നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചില്ലേ, നിസ്കരിച്ചില്ലേ, ഒറ്റ നിസ്കാരവും ഖളാക്കിയില്ല, ഔറത്ത് മറച്ച് നടന്നു പെണ്ണുങ്ങൾ, നല്ല കുടുംബം, നിങ്ങൾ അതുകൊണ്ട് ഇവിടെ എത്തി. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം, ശാന്തിയും സമാധാനവും രക്ഷയുമുണ്ട്. ഇനി നിങ്ങൾ ഭയപ്പെടണ്ട. ഈ അന്തിമ ഭവനം നിങ്ങൾക്ക് ലഭിച്ച അവസാനത്തെ വീട് എത്ര സമൃദ്ധമാണ് മക്കളെ എന്ന് കുടുംബസമേതം വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ മലക്കുകൾ വന്ന് പറയുന്നത് കേൾക്കാൻ എന്തൊരു സന്തോഷം ഉണ്ടാകുക, അനുമോദനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് അള്ളാഹു പറഞ്ഞതാണ് സൂറത്തുർ റഅദില്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ദുനിയാവിലെ പെണ്ണുങ്ങളും കുട്ടികളും നാളെ ആഖിറത്തിൽ ഒരുമിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? നാളെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗകര്യമാണിത് എന്ന് ഞാനൊരു സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചു. ഈ ദുനിയാവിലെ പെണ്ണുങ്ങളെ, ഹൂറുലീങ്ങളെയൊക്കെ മറികടക്കുന്നവരാണ് ദുനിയാവിലെ പെണ്ണുങ്ങൾ. സ്വർഗത്തിലെത്തുമ്പോ ഈ ദുനിയാവിലെ പെണ്ണുങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞപ്പോ ഒരു മധ്യവയസ്കനായ ഒരു ഉപ്പ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇതുവരെ ഞായറാഴ്ച ഖുർആൻ ക്ലാസ്സിന് വന്നാൽ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്കുണ്ടാവല്. ഇന്ന് ചെറിയൊരു ടെൻഷനായിപ്പോയി. എന്തേന്ന് ചോദിച്ചു. ഇന്ന് നിങ്ങൾ ദുനിയാവിലെ പെണ്ണുങ്ങൾ എന്നെ സ്വർഗത്തിലും വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമം. ഞാൻ കരുതി ഒരു 10-40 കൊല്ലം ഈ പാത്തുമാനെ സഹിച്ചാ മതി. എന്നാ ഞാൻ നാളെ സ്വർഗത്തിലും കൂടെ ഇവിടെ തന്നെ വരികയാണെങ്കിൽ, കുത്തിക്കെട്ടി വരികയാണെങ്കിൽ എനിക്ക് വേണ്ട ഉസ്താദേ. കാരണം അത്രയും പാത്തുമത്താത്ത ചടപ്പിച്ചിട്ടുണ്ടാകും, ഇത്രയും പാത്തുമത്താത്ത ഇയാളെ ചടപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു വിഷമവും കരുതണ്ട. കാരണം അങ്ങനെ ആയിരിക്കൂലട്ടോ. നാളെ സ്വർഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാത്തുമത്താത്തന്റെ നാക്ക് നീളം കൂടിയതായിരിക്കും നിങ്ങൾ വെറുക്കാൻ കാരണം. സൗന്ദര്യത്തിന്റെ പേരിലോ ആരോഗ്യത്തിന്റെ പേരിലോ ദുസ്വഭാവത്തിന്റെ പേരിലോ സൗന്ദര്യം പ്രശ്നമാകാറില്ല, ആരോഗ്യം പ്രശ്നമാകാറില്ല. പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ചടക്കാറുള്ളത് നാക്കിന്റെ നീളം കൂടുമ്പോഴാണ്. അപ്പോ എന്തിന്റെ പേരിലാണെങ്കിലും ശരി, നാളെ സ്വർഗത്തിൽ വരുമ്പോ അതൊന്നും ഉണ്ടാകൂല. എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടാണ് സ്വർഗത്തിലെത്തുക. പിന്നെന്ത് വേദനയാ ഇത്? നിങ്ങളെ പഴയ പാത്തുമ്മക്കുട്ടി തന്നെയാണോ നിങ്ങൾ സംശയിക്കും എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട്. അപ്പൊ ഒരു വിഷമവും കരുതണ്ട. ഇത് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ മയ്യത്ത് മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് ദ്വാരക്കുന്നത്? അത് അദ്ദേഹം ചോദിച്ചതാണ്. ഇയാളുടെ കുടുംബത്തെക്കാൾ നല്ല കുടുംബം, ഇയാളുടെ വീട്ടിനേക്കാൾ നല്ല വീട്, ഇയാളുടെ ഭാര്യയേക്കാൾ നല്ല ഭാര്യ, ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ നൽകണേ എന്നൊക്കെ ദ്വാരക്കണം മയ്യത്ത് നിസ്കാരത്തിൽ. ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഈ ദുനിയാവിലെ ഭാര്യയേക്കാൾ നല്ലൊരു ഭാര്യ ഇല്ല. രണ്ടാളും സാലിഹീങ്ങളാണെങ്കിൽ സ്വർഗത്തിലെത്തിയാൽ അവരെക്കാൾ വലിയവരാരുമില്ല. പരസ്പരം അങ്ങനെ ആയിരിക്കും.
പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് കാണാം. അവിടെ വൽ മുറാദു ബി ഇബ്ദാലി സൗജത്തി വൽ അഹ്ൽ, മക്കളെയും ഭാര്യയെയും ചേഞ്ച് ചെയ്ത് കൊടുക്കണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യാൻ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഇബ്ദാലുൽ ഔസാഫി ലദ്ദവാതി, അവരെ മൊത്തം മാറ്റണമെന്ന്, അങ്ങനെ അവരെ തന്നെ മാറ്റണമെന്നല്ല, മറിച്ച് അവരുടെ തടി തന്നെ മാറ്റണമെന്നല്ല, മറിച്ച് അവരുടെ സ്വഭാവം മാറ്റണേ. ഈ പാത്തുമ്മക്കുട്ടി വേണ്ടാന്നല്ല, പക്ഷേ ഈ 1.5 മീറ്ററുള്ള നാക്കുമായിട്ട് അങ്ങോട്ട് വരണ്ട, അത്രേ അതിനർത്ഥമുള്ളൂ. ഇബ്ദാലുൽ ഔസാഫ് ലദ്ദവാത്, ഒന്ന് സ്വഭാവം മാറ്റി കൊടുക്കണം, എല്ലാ പോരായ്മകളും തീർത്തു കൊടുക്കണം, അതേ അതിനർത്ഥമുള്ളൂ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ.